അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുഖാരി നോളജ് ഫെസ്റ്റിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മുടെ ഈ സെഷനിൽ ജനറേറ്റീവ് AI പ്രോസ് ആൻഡ് കോൺസെപ്റ്റ് എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കഷൻ നടക്കുന്നത്. വിഷയം അവതരിപ്പിക്കുന്നതും പ്രധാനമായും ആൻസേഴ്സുമൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതും മുഹമ്മദ് അഫ്സൽ എഞ്ചിനീയറാണ്. അദ്ദേഹം 15 വർഷത്തിലധികമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മലേഷ്യയിലുള്ള റോബോമി കമ്പനിയിലെ ചീഫ് ടെക്നോളജി ഓഫീസറാണ്. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളത് ഷാഫി അദനിയാണ്. അദ്ദേഹം MSc കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഒരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ കുറേ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ്. കുറേ കാലമായിട്ട് ഒരു പുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തോടു കൂടെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു 2000-ലൊക്കെ. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ 1950-കളിലൊക്കെ ആ സമയത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസർച്ചൊക്കെ MIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് തുടങ്ങി വെച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഡെഫിനിഷൻ ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു മെഷീൻ വെച്ച് സിമുലേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് മൊത്തത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വ്യത്യസ്ത വിഭാഗങ്ങളായിക്കൊണ്ട് തന്നെയാണ് ഇതിനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നമുക്കൊക്കെ പരിചിതമുള്ള ഒരു വിഷയമാണ്, കഴിഞ്ഞൊരു വർഷമായി കൊണ്ട് നമ്മൾക്ക് ഓരോരുത്തരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ആ വിഷയം. ജനറേറ്റീവ് AI എന്നുള്ള ആ ഒരു മേഖലയിൽ തന്നെ അതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ അതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജനറേറ്റീവ് AIൻ്റെ ടൂൾസ് നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അതിൻ്റെ ChatGPT പോലെയുള്ള ലാമ പോലെയുള്ള ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ജനറേറ്റീവ് AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വർക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും അതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ജനറേറ്റീവ് AIയിലെ പ്രോസ് ആൻഡ് കോൺസ് എന്ന ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കഴിയുമ്പോഴേക്കും കുറച്ചൊക്കെ നമുക്കതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ ജനറേറ്റീവ് AIയുടെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടി അഫ്സൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറയപ്പെട്ട പോലെ തന്നെ കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ AI എല്ലാവരും തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് നമ്മൾ AI ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് AI അവതരിപ്പിക്കുമ്പോൾ കൂടുതലായിട്ടും അവർ മനസ്സിലാക്കിയിരുന്നത് AI എന്നാൽ റോബോട്ടിക്സ്, ഒരു ഇൻ്റലിജൻറ്റ് റോബോട്ട് എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ സാധാരണക്കാർ AIയെ കുറേ മനസ്സിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് അവരിലേക്ക് വന്നത് ഇപ്പോൾ ജനറേറ്റീവ് AI. ഇപ്പോൾ പറയപ്പെട്ട പോലെ ജനറേറ്റീവ് AI അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഇപ്പോൾ ChatGPT, ബാർഡ് അതുപോലുള്ള ടൂൾസ് കൊണ്ടാണ്. അപ്പോൾ സാധാരണക്കാർക്ക് AI ഇപ്പോൾ നമ്മളിതുവരെ മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റും എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും കമ്പ്യൂട്ടറുകൾക്ക്, ഉദാഹരണം പറഞ്ഞാൽ ഒരു കഥ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കഥ ഉണ്ടാക്കി തരും. നമ്മളൊരു ടോപ്പിക്ക് കൊടുത്താൽ മതി, ഒരു കവിത ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ AI പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി തരാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കവിത രൂപത്തിൽ AI പഠിപ്പിക്കാൻ ഒരു 10 വരിയുള്ളൊരു കവിത അത് ഉണ്ടാക്കി തരും. അത് അങ്ങനെ ഒരു കവിത മുമ്പ് ആരെങ്കിലും ഉണ്ടാക്കി കൊള്ളണമെന്നില്ല. ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു AI എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, ആ ട്രെയിൻ ചെയ്യുന്ന അനുസരിച്ച് അതിന് റെസ്പോൺസ് കിട്ടുന്നു. അങ്ങനെയല്ല, നമ്മളൊന്ന് ട്രെയിൻ ചെയ്യുന്നു, വേറൊരു കാര്യത്തിന് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. അത് മനുഷ്യർക്ക് മാത്രം പറ്റിയിരുന്ന കാര്യമാണ്. അപ്പോൾ റൌഫ് സാർ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ശരിക്കും AI
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കമ്പോണൻറ്റ് വന്നത് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാനും ഒക്കെ റൌഫ് സാറൊക്കെ അടുത്തടുത്ത കാലങ്ങളിൽ എൻജിനീയറിംഗ് പഠിച്ചവരാണ്, ഞങ്ങൾ AI പഠിച്ചവരാണ്. അപ്പോൾ അന്ന് AI എന്ന് പറഞ്ഞിരുന്ന പലതും, ഫോർ എക്സാമ്പിൾ റൂൾ ബേസ്ഡ് എൻജിൻ, എക്സ്പേർട്ട് സിസ്റ്റം, അതൊന്നും ഇന്ന് AI ആയിട്ട് കണക്കാക്കുന്നേ ഇല്ല. ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായ ഒരു സംഗതിയാണ് ആദ്യമായി കമ്പ്യൂട്ടറുകൾ ചെസ്സിൽ മനുഷ്യനെ തോൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും IBM ഡീപ് ബ്ലൂ എന്ന IBM കമ്പ്യൂട്ടറാണ് ആദ്യമായി ഒരു മനുഷ്യനെ, ഒരു സാധാ മനുഷ്യനെ അല്ല, ഒരു ഗ്രാൻഡ് മാസ്റ്ററെ, ഒരു ചെസ് ചാമ്പ്യനെ എന്ത് ചെയ്യുന്നു, തോൽപ്പിക്കുന്നു. ഈ IBM ഡീപ് ബ്ലൂവിൻ്റെ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ടെക്നോളജി ഇന്നത്തെ ഡെഫിനിഷൻ വെച്ചിട്ട് AI ആയിട്ട് കരുതുന്നേ ഇല്ല. അത് AI എന്ന ഡെഫിനിഷൻ്റെ പുറത്തു പോയി. കാരണം അന്ന് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും ഇന്ന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ മെഷീനെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ മെഷീനെ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അന്ന് മെഷീൻ ലേണിംഗ്, ഇപ്പോൾ 2003 ഞാൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും അധ്യാപകരോടൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും കാര്യമായ ഉപയോഗങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറയുക. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അന്നില്ല. 2, നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പരീക്ഷയുണ്ട്, സിലബസ് ഉണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്കുകളില്ലെങ്കിൽ നമുക്കെന്താ പരീക്ഷ എഴുതാൻ പറ്റില്ല, നമുക്ക് കണ്ടൻസ് ഇല്ല. എന്ന് പറഞ്ഞതുപോലെ അന്ന് AI ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ കണ്ടൻസ് ഇല്ല. അന്ന് ഇത്ര മൊബൈൽ റെവല്യൂഷൻസ് ഇല്ല, അന്ന് സോഷ്യൽ മീഡിയകളില്ല, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന അവർ വളരെ കുറവാണല്ലേ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അന്ന് ഉണ്ടായില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അന്ന് AI എന്ന് ഇന്ന് പറയപ്പെടാത്ത പലതുമാണ് അന്ന് AI എന്ന് പറഞ്ഞ രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അന്ന് അത് മതിയായിരുന്നു. കാരണം അന്നത്തെ മെഷീൻസിൻ്റെ ഇൻ്റലിജൻസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ചെസ്സിൽ തോൽപ്പിക്കുക എന്നുള്ളത്. അപ്പം അന്നത് എങ്ങനെയാണ് ചെയ്തിരുന്നത്, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തത്ര രൂപത്തിൽ അതിനെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും അതല്ല AI, അത് കുറേ ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇന്നിപ്പോൾ ചെയ്യുന്ന എന്താണ്, മനുഷ്യൻ പഠിക്കുന്നത് പോലെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി, ഇപ്പോൾ എൻ്റെ കുട്ടിയെ, നമ്മുടെ നാട്ടിൽ അധികം ആടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചെറിയ മോള് ചെറുതായിരുന്ന സമയത്ത് അവൾ ആടിനെ കണ്ടപ്പോൾ ഒരു പട്ടിയെ കണ്ടപ്പോൾ ഇതൊരു ആടെന്നാണ് പറഞ്ഞത്. കാരണം അധികം നായ്ക്കളെ കണ്ടിട്ടില്ല ചെറിയതായിരുന്ന സമയത്ത്. അപ്പോൾ ഇതിനെല്ലാം 4 കാലുണ്ട്, വാലുണ്ട്, തലയുണ്ട്, ചെവിയുണ്ട്, ഒക്കെ ഒന്നുപോലെയല്ലേ. പക്ഷേ ആദ്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതൊരു ആടല്ല, ഇത് നായയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ അടുത്ത് പിന്നെയും ഒരു നായയെ കാണുമ്പോൾ ഇതൊരു ആടാണെന്ന് പറഞ്ഞേക്കും. അങ്ങനെ കുറേ നമ്മൾ ഇത് ആടല്ല, ഇത് നായയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആടും നായയും തമ്മിലുള്ള ആ പാറ്റേണിൻ്റെ ഡിഫറൻസ് അത് അവളുടെ മനസ്സിൽ കയറുകയാണ്. അത് പതിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലേൺ ചെയ്യുകയാണ്. ഇത് നമ്മൾ ആടിന് ഇത്ര ക്വാളിറ്റീസ് ഉണ്ട്, നായക്ക് ഇത്ര ക്വാളിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇത് ആടാണ്, ഇത് നായയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ പാറ്റേൺസ് അത് അബ്സോർബ് ചെയ്യാണ്. ഇപ്പോഴും നമ്മളോട് ചോദിക്കുകയാണ് ആടും നായയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എണ്ണി പറയാൻ 4, 5 അല്ലെങ്കിൽ 10, 15 ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മില്യൺസ് ഓഫ് ഡിഫറൻസസ് ഉണ്ടാവും. അത് നമ്മുടെ ബ്രെയിൻ ഓൾറെഡി പിക്ക് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ ഒരു നായയും ആടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. ഇതിനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മെഷീൻസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചപ്പോഴാണ് AI ശരിക്കും റിയലൈസ്ഡ് ആയത്, AI എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അവിടെ തന്നെ 2 തരം AI, അത് ഈ ഡിഫറൻഷിയേഷൻ ഇപ്പോഴാണ് വന്നത് ശരിക്കും. അതായത് ഡിസ്ക്രിമിനേറ്റീവ് AI, ജനറേറ്റീവ് AI. ഇപ്പോൾ എൻ്റെ മോളിവിടെ ചെയ്തത് ഡിസ്ക്രിമിനേഷനാണ്. അതായത് എന്താണ്, 2 വസ്തുക്കളെ തിരിച്ചറിയലാണ്. ഇത് ആടാണ്, ഇത് നായാണെന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോൾ പുലിയെ കാണുമ്പോൾ അതിന് പുലിയാണെന്ന് മനസ്സിലാവും, കടുവയെ കാണുമ്പോൾ കടുവയാണെന്ന് മനസ്സിലായി. അങ്ങനെ വലുതാകുന്ന അനുസരിച്ച്, ലേൺ ചെയ്യുന്ന അനുസരിച്ച് ഓരോന്നിലുമുള്ള പാറ്റേൺസ് കൂടുതൽ ലേൺ ചെയ്യുമ്പോൾ കൂടുതൽ മൃഗങ്ങളെയും കൂടുതൽ വസ്തുക്കളെയും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ ഡിസ്ക്രിമിനേറ്റീവ് ലേണിംഗ് എന്നാണ് പറയുക. പക്ഷേ ജനറേറ്റീവ് ലേണിംഗ് ആകുന്ന എപ്പോഴാണ്, എൻ്റെ മോളോട് ഞാൻ പറയുകയാണ്, ഒരു കടുവയൊന്ന് വരയ്ക്കാമോ. ഇതെല്ലാവർക്കും സാധിക്കില്ല. അത് ഇൻ്റലിജൻസിൻ്റെ കുറച്ചും കൂടെ വലിയ ലെവലാണ്. ഒരു വലിയൊരു സീനറി എന്ന് വരയ്ക്കാൻ പറയുകയാണ്. ഇത് കാണുമ്പോൾ ഇതൊരു മരമാണ്, ഇതൊരു മലയാണ്, ഇതൊരു പുഴയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അത് ഡിസ്ക്രിമിനേഷനാണ്.
ഇത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ആ ഇൻ്റലിജൻസിൻ്റെ ലെവൽ കൂടുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഡിസ്ക്രിമിനേറ്റീവ് AI, അതായത് ആടിനെയും പട്ടീനെയും പൂച്ചേനെയൊക്കെ തിരിച്ചറിയാൻ ക്യാമറ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ജനറേഷൻ, അത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, വോയിസ് ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഈ ജനറേഷൻ എന്നുള്ളത് കഴിഞ്ഞ വളരെ കുറഞ്ഞ വർഷങ്ങൾ, ഒരു 5 6 അല്ലെങ്കിൽ 10 വേണേൽ കൂട്ടാം, അതിൻ്റെ ആ ഏർലി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായത് ഇത്രയും കൊല്ലങ്ങൾക്കുള്ളിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് GPT-3, GPT-10, GPT-4 ഒക്കെ. GPT-യുടെ തുടക്കം മുതൽ നമ്മളത് ട്രെയിനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അന്നൊക്കെ നമ്മളത് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട്, പ്രോംപ്റ്റ് പറഞ്ഞാൽ നേരിട്ട് ഇന്ന് കൊടുക്കുന്ന പോലെ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യണം, മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇത് ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ ചിലപ്പോൾ പേടിയാണ്. കാരണം ചിലപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള റിപ്ലൈകളായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോസ് ആൻഡ് കോൺസിലേക്ക് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, എന്തും ജനറേറ്റ് ചെയ്യും, അതിനെ എങ്ങനെ മോഡറേറ്റ് ചെയ്യുമെന്നുള്ളത് അതിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ജനറേറ്റീവ് ക്യാപ്പബിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർക്ക്, ഇപ്പോൾ നിങ്ങളിൽ കവിത എഴുതുന്നവരുണ്ടാവും, അവർക്ക് മറ്റുള്ളവരെക്കാൾ ചിലപ്പോൾ മറ്റുള്ളവർ ഇവനൊരു കവിത എഴുതുന്നവനാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അത് പറ്റുകയില്ല. അതുകൊണ്ടാണ് ജനറേറ്റീവ് ക്യാപ്പബിലിറ്റീസ് എന്താണ്, ഇൻ്റലിജൻസിൻ്റെ ഹയർ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ക്യാപ്പബിലിറ്റീസിന് ആദ്യമേ ഡിസ്ക്രിമിനേറ്റീവ് ക്യാപ്പബിലിറ്റി വേണം. അത് വെച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ജനറേറ്റീവ് ക്യാപ്പബിലിറ്റിയിലേക്ക് വരുന്നത്. അതിന് ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ChatGPT ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് എന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, മുമ്പൊക്കെ നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറാണ് വരിക. കാരണം അത് നമുക്കറിയാം. ഇപ്പോൾ ട്രാൻസ്ഫോമറിന് ഈ മോഡലിന് പേര് വരികയും ഇത്രയധികം ജനറേറ്റീവ് AI പോപ്പുലർ ആവുകയും ചെയ്തപ്പോൾ ഇനി നമ്മൾ വെറുതെ ട്രാൻസ്ഫോമർ എന്ന് സെർച്ച് ചെയ്താലും വരുന്നത് ട്രാൻസ്ഫോമർ മോഡലാണ്. അറ്റൻഷൻ ഈസ് എവരിതിങ്. മുമ്പൊക്കെ നമ്മളിപ്പോൾ ഉദാഹരണം, ഞാൻ അതിൻ്റെ ചെറിയ കൺസെപ്റ്റുകൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോവാണ്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പറയേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്ഫോമേഴ്സിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന RNN എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അത് മെമ്മറി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിവിടുന്ന് ആ റൂമിൽ പോയി ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ച് ഞാൻ ഉത്തരം പറയാം എന്നൊരു ദീർഘമായ സെൻറ്റൻസ് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ആ റൂമിൽ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. അത് വളരെ ദീർഘമാണെങ്കിലും പറയാൻ കഴിയും. കാരണം എന്താണ്, ഓരോ വാക്കിലേക്ക് ഞാൻ കടക്കുമ്പോഴും നിങ്ങളുടെ അറ്റൻഷൻ അതിലേക്ക് മാറുന്നുണ്ട്. ഞാൻ എന്തിനാണ് ആ റൂമിൽ പോകുന്നത്, ഞാൻ ആ റൂമിൽ പോയി, അപ്പോൾ പോയി പേപ്പർ എടുത്തു, അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഷൻ മാറി. പേപ്പർ എടുത്ത് അതിലുള്ള ഞാനിവിടെ തിരിച്ചു വന്നു, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ വായിച്ചു തന്നു. അതിനുശേഷം നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നിങ്ങളിൽ നിന്ന് ചോദ്യം കേട്ട് ഞാൻ ഉത്തരം പറയാം എന്നൊരു ദീർഘമായ സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ള ഈ RNN ഒക്കെ ആദ്യകാലം, അതായത് 4 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ജനറേറ്റീവ് AI എന്തുകൊണ്ട് ഈ അടുത്ത കാലത്ത് വന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുവരെ മെമ്മറി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദീർഘമായ സെൻറ്റൻസ് നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് തിരിച്ചു പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നമ്മൾ മെമ്മറി വെച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വലിയ പാസേജസ് തന്നിട്ട് അതിൽ നിന്ന് ഉത്തരം പറയാൻ പറയുമല്ലോ. ഈ വലിയ ലേഖനങ്ങൾ കാണാതെ പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ ഉത്തരം പറയുന്നത്. അതിൽ ഓരോ വാക്കും നമ്മൾ കാണാതെ പഠിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും. അത് ഈ AI കൊണ്ടുവന്നതോടുകൂടിയാണ് ടെക്സ്റ്റ് ജനറേഷനിൽ ഒരു വലിയ മാറ്റം വരുത്താൻ സാധിച്ചത്. അവിടെയാണ് ട്രാൻസ്ഫോമർ, ഒറ്റ പേപ്പർ, അറ്റൻഷൻ ഈസ് എവരിതിങ് എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻ, അതിൽ നിന്നാണ് ഈ സംഗതി മുഴുവനും മറിഞ്ഞത്. അതായത് അറ്റൻഷൻ എന്ന് പറഞ്ഞ മെക്കാനിസമാണ് നമ്മൾ AI കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ, ഈ അറ്റൻഷൻ എങ്ങനെ, ഈ ഒരു വലിയ വാക്ക് പറയുമ്പോൾ അതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ പ്രോസസ്സ് ചെയ്ത് അറ്റൻഷൻ, അതിപ്പോൾ നമുക്ക് ChatGPTയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ചോദിച്ച അതേ ഉത്തരം കിട്ടും. വളരെ ദീർഘമായ ചോദ്യമാണെങ്കിലും അതിൻ്റെ കാമ്പിലേക്കാണ് അത് പോകുന്നത്. അതാണ് അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുപോകാൻ, മാത്തമാറ്റിക്കലി അതിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ വിജയം. അപ്പോൾ ഇങ്ങനെയാണ് ജനറേറ്റീവ് AI. ഇനി ഇമേജസിലാണെങ്കിൽ അത് വേറെ രൂപത്തിലാണ്. ഇപ്പോൾ ജനറേറ്റീവ് അഡ്വൈസറിയൽ നെറ്റ്വർക്ക്, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കുട്ടീനെ ഞാൻ പടം വരയ്ക്കാൻ പഠിപ്പിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഉദാഹരണത്തിന് എന്ത് ചെയ്യുക, കുറേ പടങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് വരച്ച് നോക്കി നീ പഠിക്കുക എന്ന് പറയാം. ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ പഠിക്കില്ല, അല്ലേ? അതെങ്ങനെയാണ് പഠിക്കുന്നത്? വരച്ച് നോക്കും,
അപ്പോൾ ഒരാൾ പറയും ഇത് ശരി, ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയും. തെറ്റാണെങ്കിൽ തിരുത്തും, ശരിയാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ കുറേ ട്രയൽ കഴിയുമ്പോൾ എന്താവും, അവൾ വരയ്ക്കാൻ പഠിക്കും. ഈ വരയ്ക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ അടുത്തൊരു മരം വരയ്ക്കാൻ പറയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, പെൻസിൽ അല്ലെങ്കിൽ പേന ആദ്യം പേപ്പറിൽ ഒരു പോയിന്റിൽ കുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ എവിടെ മൂവ് ചെയ്യണം എന്നൊരു പ്രോബബിലിറ്റി എൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെ? എൻ്റെ ഡിസ്ക്രിമിനേറ്റീവ് ക്യാപ്പബിലിറ്റി, ഞാൻ ആദ്യം ഉണ്ടായ ഡിസ്ക്രിമിനേറ്റീവ് ക്യാപ്പബിലിറ്റി, മരത്തിനെയും ഇലകളെയും അല്ലെങ്കിൽ മൃഗങ്ങളെയും കല്ലിനെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ക്യാപ്പബിലിറ്റി. പിന്നെ എന്തുണ്ട്, ഞാൻ വരയ്ക്കാനും പഠിച്ചിട്ടുണ്ട്. എങ്ങനെ വരയ്ക്കാം, ആ പ്രോബബിലിറ്റി വെച്ചിട്ട് ഇവിടെ ഒരു വര വരച്ചാൽ അടുത്ത എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്, ആ ഒരു പ്രോബബിലിറ്റി, അതൊരു പ്രോബബിലിറ്റിയാണ്. ചിലപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ ആയിരിക്കില്ല ഷാഫി വരയ്ക്കുന്നത്, അല്ലെ ആയിരിക്കില്ല റൌഫ് സാറ് വരയ്ക്കുന്നത്. പക്ഷേ അവസാനം ഇതുവരെ മരം പോലെ തന്നെ ഇരിക്കും. കാരണം എന്താണ്, ഓരോരുത്തരും ലേൺ ചെയ്ത വേ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇപ്പോൾ ChatGPT ആൻസർ തരുന്നത് പോലെ അല്ല ബാർഡ് ആൻസർ തരുന്നത്, അതുപോലെയല്ല ലാമ ആൻസർ തരുന്നത്. അപ്പോൾ അതിൻ്റെ ലേണിംഗ് മെത്തഡോളജിയിൽ വ്യത്യാസമാണ്. പക്ഷേ അവസാനം നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. അപ്പോൾ അവസാനം ഒരു മരം നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് പോലെ ഇതുപോലെയാണ് ഇമേജ് ജനറേഷനും. ആദ്യം ഒരു പിക്സൽ ജനറേറ്റ് ചെയ്യും, അടുത്ത പിക്സലിൻ്റെ പ്രോബബിലിറ്റി എവിടെയാണ് വരുന്നത്, അത് അതിൻ്റെ ലേണിങ്ങിൽ നിന്ന് അടുത്ത എവിടെ വരും. അങ്ങനെ പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഡാലി ഉപയോഗിച്ചവരുണ്ടാവും, ഡാലി ഉപയോഗിച്ച് നിങ്ങൾ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, എന്ത്, മൂണിൻ്റെ മുകളിൽ ഒരു സ്പൂണ് കടിച്ചു പിടിച്ചിട്ട് ആ സ്പൂണിന്മേൽ നാരങ്ങ ഉള്ളൊരു സ്പൂണ് കടിച്ചു പിടിച്ചൊരു പൂച്ച എന്ന് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ ഡാലി അത് വരച്ചു തരും. ഇത് വേറെ എവിടെ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് തരുന്നതല്ല, പിക്സൽ ബൈ പിക്സൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓരോ പിക്സലും ജനറേറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഫസ്റ്റ് ഒരു പിക്സൽ ജനറേറ്റ് ചെയ്യും. ഇനി ഇതിനെ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാപ്പബിലിറ്റി ലേണിംഗ്, ആ അറ്റൻഷൻ വഴി എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള, എന്തിനാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് എന്താണ്, പൂച്ചനെ വരയ്ക്കാനാണ്. എങ്ങനെയുള്ള പൂച്ച? ആ പൂച്ച മൂണിലാണ് നിൽക്കുന്നത്. ആ പൂച്ച വായിൽ എന്തുണ്ട്, ഒരു സ്പൂണുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, പേനയുടെ ഷേപ്പിലുള്ളൊരു ഫോൺ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പേനയെ അറിയാം, ഫോണും അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഒരു ലാറ്റൻ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഫോൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്യാപ്പബിലിറ്റി ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊരു ലാറ്റൻ റെപ്രസെൻറ്റേഷൻ എൻ്റെ ബ്രെയിനിലുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിക്കൊള്ളുന്നില്ല. പേന എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയല്ല എന്നൊരു ലാറ്റൻ റെപ്രസെൻറ്റേഷൻ എൻ്റെ ബ്രെയിനിലുണ്ട്. ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പേനയുടെ ഷേപ്പിലുള്ള ഒരു ഫോൺ വരയ്ക്കുന്നത്. ഇതൊരു ഇതിനു മുമ്പ് ആരും അത് വരച്ചിട്ടുണ്ടാവില്ല, ആദ്യമായിട്ടായിരിക്കും നിങ്ങളോട് ഞാൻ പറയുക. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, ഇതിൻ്റെയൊക്കെ ഒരു ലാറ്റൻ റെപ്രസെൻറ്റേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ഈ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ മാത്തമാറ്റിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ എയുടെ സക്സസ്. ഒന്നാമത്തെ സക്സസ്. രണ്ട്, ഇതിനൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഹ്യൂജ് വോളിയം ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ മോഡൽസൊക്കെ 50, 60, 70 ലക്ഷം ഇമേജസ് കൊണ്ട്, വെറും ഇമേജസ് അല്ല, ലേബൽ ചെയ്ത ഇത്ര ഇമേജസിനെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലേബൽ ചെയ്ത് ഇത്ര വലിയൊരു എഫേർട്ട് ഈ വർഷങ്ങളോളമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഒറ്റയടിക്ക് നടന്നതല്ല. ഈ കഴിഞ്ഞ ഈ മെഷീൻ ലേണിംഗ് എന്ന കൺസെപ്റ്റ് ഉള്ളതോടുകൂടി, ഡാറ്റ ഡിജിറ്റൈസ് ആകുന്നതോടുകൂടി തന്നെ ഇതിലെ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഇതിലേക്ക് ആവശ്യമായ ട്രെയിനിങ് ഡാറ്റകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ GPT-യുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേബലിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ടാണ് അതായത് നെറ്റിലുള്ള എല്ലാ ഡാറ്റയും കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡാറ്റയും ലേബൽ ചെയ്യാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പോൾ സെൽഫ് സൂപ്പർവൈസ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ലേണിങ്ങിന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഇത് ആടാണ്, ഇത് പട്ടിയാണ്, ഇത് പൂച്ചയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ പഠിപ്പിക്കലാണ്. അപ്പോൾ ഇതിന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് ഇപ്പോൾ എന്താവില്ല, ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കുറേ ഇമേജസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയില്ല ഇത് ആടാണോ പൂച്ചാണോ പട്ടിയാണോ എന്ന് അസ്യൂം ചെയ്യുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് കുറേ ഇമേജസിനെ അങ്ങോട്ട് മാറ്റി വെച്ചു, കുറേ ഇമേജസിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതൊക്കെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്, ഇതൊക്കെ വേറെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അറിയാവുന്ന ഒരാൾ വന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആടുകളുടെ ഇമേജാണ്, ഇതൊക്കെ പട്ടികളുടെ ഇമേജാണ്. ഇതിനാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഫീച്ചർ വെച്ചിട്ട് നമുക്കറിയില്ല ആടാണോ പട്ടിയാണോ എന്ന്, പക്ഷെ നമുക്ക് എന്തറിയാം, ഇതിനൊക്കെ കുറേ ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്, ഇതിനൊക്കെ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് അൺസൂപ്പർവൈസ്ഡ്. ഇതിനെ സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ChatGPT പോലുള്ളതിൻ്റെ പ്രത്യേകത. അതായത് എല്ലാ ഡാറ്റയും കൊടുക്കുന്നതോടൊപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ പ്രസംഗം ChatGPT-യിലേക്ക് ട്രെയിനിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കുന്നത്, ഞാൻ ആദ്യം എന്ത് വാക്ക് പറഞ്ഞു, അതിനുശേഷം എന്ത് വാക്ക് പറഞ്ഞു, അതിനുശേഷം എന്ത് വാക്ക് പറഞ്ഞു, ഇതിൻ്റെ ഇങ്ങനെ റിലേഷൻ ലേൺ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ChatGPT എങ്ങനെയാണ് ഒരു ആൻസർ ജനറേറ്റ് ചെയ്യുന്നത്, വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ ദീർഘമായ ഒരു ചോദ്യം ചോദിച്ചാലും ആദ്യം ഒരു വേർഡാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്.
ആ വേർഡിൻ്റെ അടുത്ത് എന്ത് വേർഡ് വരും, അതിൻ്റെ അടുത്ത് എന്ത് വേർഡ് വരും, അതിൻ്റെ അടുത്ത് എന്ത് വേർഡ് വരും, അങ്ങനെ ജനറേറ്റ് ചെയ്ത് പോവുകയാണ്. മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ എന്നോട് ഈ മരത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ ആലോചിക്കും എന്താ പറയണ്ടേ. ആദ്യം ഞാൻ പറയും, ഒരു വാക്ക് പറയും, അതിനുശേഷം അടുത്ത വാക്ക് പറയും. പ്രോബബിലിറ്റിയാണ്. അടുത്ത പറയും. ചിലപ്പോൾ ചിലതൊക്കെ തെറ്റിയേക്കും, ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റിയേക്കും. ഈ മരത്തിൽ നല്ല മധുരമുള്ള കായ ഉണ്ടാകും ചിലപ്പോൾ ഞാൻ പറയും, അത് ചിലപ്പോൾ തെറ്റായിരിക്കും. അതെൻ്റെ ഞാൻ ഇതൊരു മാവാണെന്ന് കരുതിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ പറയുന്നത്. അതുപോലുള്ള തെറ്റുകൾ ChatGPTയിലും ഈ ലേണിങ്ങിലൊക്കെ വരും. അപ്പോൾ അവിടേക്കാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ വരുന്നത്. അപ്പോൾ അതായത് ഇപ്പം എന്നെ ഒരാൾ പഠിപ്പിക്കുകയാണ്, അയാൾ എന്നെ പഠിപ്പിക്കുകയാണ്, ഇത് മാവാണ്, ഇത് തെങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ പറയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതൊരു തെങ്ങാണ്, ഇതിൽ തേങ്ങ ഉണ്ടാവും എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ChatGPTയിലും മറ്റും ഒരുപാട് ഡാറ്റകൾ ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റിലുള്ള എല്ലാം കൊണ്ടും ട്രെയിൻ ചെയ്തിട്ട് അതിലൊരുപാട് ബയാസിങ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിലെ ബയാസിങ്ങിൽ വരുന്നതിന് മുമ്പ് വേറൊരു ബയാസിങ് പറയാം, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ. ഇപ്പോൾ നമ്മൾ ഫേസ് റെക്കഗ്നീഷൻ ടെക്നോളജി ചെയ്യുമ്പോൾ പലപ്പോഴും യൂറോപ്യൻ ഫേസസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏഷ്യൻ ഫേസസോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഫേസസോ വെക്കുമ്പോൾ എറർ റേറ്റ് കൂടുതലായിരുന്നു കുറച്ചാളും വരും. ഇപ്പോഴും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ട്രെയിനിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്ന അധിക ഡാറ്റകളും യൂറോപ്യൻ അല്ലെ വെസ്റ്റേൺ ഫേസസ് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് ലേൺ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ അല്ലെ ഏഷ്യൻ ഫേസസിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ബയാസ് ഉണ്ട് അതിലേക്ക്. ഇത് ബയാസിന് എക്സാക്റ്റ് എക്സാമ്പിൾ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞ ബയാസ് ഒരുപാട് തരമുണ്ട്. ഇപ്പോൾ ChatGPT വന്ന സമയത്ത് നമുക്കറിയാം ഇസ്രായേൽ ഫലസ്തീനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയില്ല, അല്ലെങ്കിൽ തെറ്റായ മറുപടി പറയും. കാരണം അത് ChatGPTയുടെ കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ വന്ന ട്രെയിനിങ് ഡാറ്റകൾ അധികവും അല്ലെങ്കിൽ നെറ്റിലുള്ള അധിക ഡാറ്റകളും ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ഡാറ്റകൾ അധികം എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലരും. അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ അൺബയാസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലസ്തീനെ കുറിച്ചൊക്കെ നല്ല നല്ല ഡാറ്റകൾ കുറവാണ്. ഉണ്ടായിരുന്നെങ്കിൽ ChatGPT പറയുമായിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത് അതിനെ തടയാൻ മോഡറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്, കണ്ടന്റ് മോഡറേഷൻ. അത് വേറെ ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവ് അവോയ്ഡ്. ഇപ്പോൾ ഒരാളെ ഏറ്റവും നന്നായി എങ്ങനെ കൊല്ലാൻ പറ്റും എന്ന് ChatGPT ചോദിച്ചാൽ അത് ഉത്തരം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടന്റ് മോഡറേഷൻ, ഒരു ഇനീഷ്യൽ മോഡറേഷൻ ഉണ്ട്. ചോദ്യങ്ങൾ മോഡറേറ്റ് ചെയ്തിട്ട് പറ്റാത്ത ചോദ്യങ്ങളാണെങ്കിൽ ആദ്യം തന്നെ അത് ബ്ലോക്ക് ചെയ്യും. ഇനി കണ്ടൻസും ജനറേറ്റ് ചെയ്യുന്ന ആൻസേഴ്സിനെയും മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പറ്റാത്ത ഒരു ആൻസർ ആണെങ്കിൽ അതിനെ ചിലപ്പോൾ റേസിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പോൺ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യും. പക്ഷെ അതിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഇനീഷ്യലി ഇപ്പോൾ പോൺ എന്നുള്ള വാക്ക് വന്നാൽ ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. പക്ഷെ അതിന് പകരം ഇപ്പോൾ ചില സൂത്രശാലികൾ ചിലപ്പോൾ വേറെ രൂപത്തിൽ അത് ചോദ്യം ചോദിച്ചേക്കാം. അപ്പോൾ ആൻസേഴ്സിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻസേഴ്സിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, മോഡറേറ്റ് ചെയ്തിട്ട് പറ്റാത്ത ആ രണ്ടും ഇല്ല എങ്കിൽ എന്തും ചോദിച്ചാൽ പറയുന്ന ഒരു സംഭവമാണ് ഈ ജനറേറ്റീവ് AI. എന്ത് വരയ്ക്കാൻ ചോദിച്ചാലും വരച്ചു തരും, എന്ത് പറയാൻ പറഞ്ഞാലും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഉപയോഗങ്ങളുള്ളതുപോലെ നെഗറ്റീവായിട്ടുള്ള യൂസുകളുണ്ട്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ചയിലൂടെ വരാം. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നുള്ളൂ. കാരണം ഈ വളരെ വിശാലമായ ടോപ്പിക്കാണ്, ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഈ എങ്ങനെ ഇമേജസിന് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ഓരോ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടാണ്, അങ്ങനെ ഒരുപാട് ടെക്നോളജീസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ സംസാരിച്ചു പോയ സംഗതികൾ ചിലപ്പോൾ ഒബ്സലേറ്റായി പോകും. ആ രൂപത്തിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ AI അല്ലാതായി പോകും എന്ന് പോലും നമ്മൾ ഭയപ്പെടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത്ര ഫാസ്റ്റായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ നമുക്ക് വേണ്ടത് എപ്പോഴും ഉള്ള ഇപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ജനറേറ്റീവ് AI കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ കിട്ടി. അതിന് കൂടെ തന്നെ ജനറേറ്റീവ് AIയുടെ ഒരു കോൺസിനെ കുറിച്ചും പറഞ്ഞു, ഈ ബയാസ്ഡ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ അതിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻസ് വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമോ? ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ ആണ് നമ്മുടെ സർ ചോദിച്ച കാര്യം. അപ്പം ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ ഫസ്റ്റ് തന്നെ വരുന്നത് തന്നെ ഒരു ഡാറ്റ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അത് എന്താണോ ഇല്ലയെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു വസ്തു അതിലേക്ക് കൊടുത്തിട്ട് അത് ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് ചോദിച്ച് കഴിയുമ്പോൾ ഒരു മോഡൽ അത് ഫ്രൂട്ടിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, കുറേ സ്വഭാവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിന് കുറേ സ്വഭാവങ്ങളുണ്ടാവും. പച്ചക്കറിയും പഴങ്ങളും തമ്മിൽ പല വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ ഒബ്സർവബിൾ ആണല്ലോ. അപ്പം നമ്മളിങ്ങനത്തെ ഒരു കാര്യം അതിലേക്ക് കൊടുക്കുന്ന സമയത്ത് പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിനെ രണ്ടിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു.
അപ്പം അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് അത് ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ. അപ്പം ആ രൂപത്തിലാണ് മെഷീൻ ലേണിംഗ് ഫസ്റ്റ് തന്നെ നമുക്കറിയാം വരുന്നത്. ഇപ്പം മെഷീൻ ലേണിങ്ങിൽ 2 രൂപത്തിൽ നമുക്ക് പ്രോബ്ലംസിനെ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിനെ 2 സൂപ്പർവൈസ്ഡ് സാറ് പറഞ്ഞു നമ്മളൊരു ഡാറ്റ കൊടുത്തിട്ട് ആ ഡാറ്റ ഇന്നതാണ് എന്ന് മെഷീനെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മളിതൊക്കെ ഇന്ന ഫ്രൂട്ടുകളാണ്, ഇങ്ങനത്തെ ക്യാരക്ടർ വരുന്നതൊക്കെ ഈ ഒരു ഫ്രൂട്ടാണ്, ഇങ്ങനത്തെ ക്യാരക്ടർ വരുന്നതൊക്കെ ഫ്രൂട്ടാണ്, ഇങ്ങനത്തെ ക്യാരക്ടർ വരുന്നതൊക്കെ വെജിറ്റബിൾസ് ആണ് എന്ന രൂപത്തിൽ നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതുവരെ കൊടുക്കാത്തൊരു സാധനം ഒരു വസ്തു അതിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് നമ്മളെ മോഡൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഈ രൂപത്തിലാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ 2 രൂപത്തിലുള്ള സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡാറ്റ ലാബൽഡ് ആയിരിക്കും, അഥവാ ഈ ഡാറ്റ ഇന്നത് ഫ്രൂട്ടാണ് ഇന്നത് വെജിറ്റബിൾ ആണ് എന്ന് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്ത മോഡലായിരിക്കും. അങ്ങനെയല്ലാതെ അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസ്ഡിൽ വരുന്ന 2 രൂപത്തിലുള്ളതാണെന്ന് പിന്നെ ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് പിന്നെ റിഗ്രഷൻ മോഡൽ അല്ലേ, ട്രെയിനിങ് പ്രിഡിക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ മോഡലിലാണ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫ്രൂട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ നമ്മുടെ മോഡൽ അനലൈസ് ചെയ്തിട്ട് അത് ഇന്നതാണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യലാണ് കൂടുതൽ നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു ആഡ്വേഴ്സറി ഒരു അറ്റാക്കർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലൊരുപാട് മാനിപ്പുലേഷൻസ് വരുത്താൻ പറ്റും. അങ്ങനെ ഈ മാനിപ്പുലേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ ഫാൾസായിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ മാനിപ്പുലേഷൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ മോഡൽ വേണ്ട പോലെ ട്രെയിൻഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡാറ്റയെ അത് തെറ്റായിട്ട് എന്ത് ചെയ്യും, അത് ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഡാറ്റ അനാലിസിസിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നിടത്തിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ജനറേറ്റീവ് എ ഐയിലേക്ക് വരികയാണെങ്കിൽ ജനറേറ്റീവ് എ ഐയും ഡിസ്ക്രിമിനേറ്റീവ് എ ഐയും സാർ പറഞ്ഞു. നമ്മൾ എ ഐ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ഡിസ്ക്രിമിനേറ്റീവ് മോഡലായിട്ടാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ എന്ന് വെച്ചാൽ എ ഐൻ്റെ ഇത് നമുക്കറിയാലോ, ഒരു കൃത്രിമ ബുദ്ധി എന്നാണ് നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പറയാം. അപ്പം നമ്മൾ മെഷീനൊരു ഇൻ്റലിജൻസ് കൊടുത്തിട്ട് മെഷീനൊരു വിഷയം പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ എ ഐയിലേക്ക് വന്നത്. അപ്പം അങ്ങനെ ഉള്ള ഇതിൽ നിന്നും ആ ഒരു ഡിസ്ക്രിമിനേറ്റീവ് നാച്ചറിൽ നിന്നും നമ്മളൊരു ജനറേറ്റീവ് നാച്ചറിലേക്ക് മാറി വരുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ പുതിയൊരു ഡാറ്റയെ ജനറേറ്റ് ചെയ്യാണ്. ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ കൊടുത്തിട്ട് ആ ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് പുതിയ ഡാറ്റയെ ജനറേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ GPT-ൻ്റെ വർക്കിംഗ് തന്നെ പറഞ്ഞു. ചാറ്റ് GPT എന്ന് പറയുമ്പോൾ അതിൽ ജി തന്നെ ജനറേറ്റീവാണ്, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ് എൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പം നമ്മുടെ ചാറ്റ് GPT ശരിക്കും പ്രീ ട്രെയിൻഡ് ആണ് എന്ന് വെച്ചാൽ ഒരുപാട് ടെക്സ്റ്റുകൾ യൂസ് ചെയ്തിട്ട് അതിനെ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ടെക്സ്റ്റിൻ്റെ നാച്ചർ അതിനറിയാം, ഒരു വേർഡ് വന്ന് അടുത്ത വേർഡ് വരാനുള്ള സാധ്യത എന്തായിരിക്കും എന്നതിനറിയാം. അങ്ങനെ അത് യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത അത് ഇങ്ങനെ വരുന്നതൊക്കെ എന്തായിരിക്കും, പിന്നെ ഒരിക്കലും എപ്പോഴും സെയിം ആൻസേഴ്സ് അല്ല ചാറ്റ് GPT പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു കൊറിയൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആൻസേഴ്സ് ചിലപ്പം വരും. എന്ന് വെച്ചാൽ ആദ്യം ചോദിച്ച അതേ സെൻറ്റൻസ് തന്നെ അല്ല പിന്നെ വരിക. എന്ന് വെച്ചാൽ ഡിറ്റർമിനിസ്റ്റിക് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ജനറേറ്റീവ് മോഡൽസ്, മറിച്ച് പ്രോബബിലിസ്റ്റിക്കാണ്. എന്ന് വെച്ചാൽ ഓരോ സാധ്യതകൾ നോക്കി വേർഡ് നോക്കി ഇങ്ങനെ ആ ഒരു സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടാകുക. അല്ലാണ്ട് എക്സാക്റ്റ് ഒരു ക്വറി ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു സെയിം ആൻസർ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടാകില്ല. അപ്പം ആ രൂപത്തിലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്ത് വരുന്ന ഈ ജനറേറ്റീവ് എയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സാർ നേരത്തെ സൂചിപ്പിച്ചു പോയി GAN എന്ന് പറയുന്നത്, ജനറേറ്റീവ് ആഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്. ഇപ്പോൾ ഈ ജനറേറ്റീവ് ആഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ വർക്കിംഗ് സാർ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലൊരു സിനാരിയോ ആയിട്ട് ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ക്ഷീര കർഷകർ ഒരുപാടുണ്ടാവും, പശുവിനൊക്കെ വളർത്തി പാല് കറന്ന് കൊടുക്കുന്ന ആളുകൾ അല്ലേ. അപ്പം ഒരാൾ എന്ത് ചെയ്യാണ്, ഈ പാല് കറന്നിട്ട് ഒരു പാല് വിൽപ്പനക്കാരുണ്ട്, അയാൾക്ക് കൊടുക്കുകയാണ്. അയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ കർഷകരിൽ നിന്ന് പാലിങ്ങനെ സ്വീകരിക്കും, എന്നിട്ടത് മറിച്ച് വിൽക്കുന്ന ഒരു ആളാണ് അദ്ദേഹം. അപ്പം അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ പിന്നെ ഒരാൾ ഒരു വിദഗ്ധനുണ്ട്, അയാളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അയാൾക്ക് പശു ഇതൊന്നുമില്ല, പക്ഷെങ്കിൽ പല കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അയാളൊരു ആർട്ടിഫിഷ്യൽ ഒരു പാലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാലുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഈ പാലും കൊണ്ട്
ഈ പാലുകാരനെ കാണുന്നു. അപ്പോൾ ഈ പാലുകാരൻ ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ഇതിനിങ്ങനെ ഇന്ന പോരായ്മകളുണ്ട്, ഇതെടുക്കൂല, പാല് ശരിയായില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കും. അപ്പോൾ ഈ മടക്കി അയച്ചപ്പോൾ ഇയാൾക്ക് എന്ത് മനസ്സിലായി, ഇതിലൊരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ അയാൾ എന്ത് ചെയ്യും, ഞാൻ കൊടുക്കുന്ന പാല് പിന്നെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി അയാൾ സെർട്ടൈൻ ചേഞ്ചസ് ഈ പാലിൽ കാര്യങ്ങളിലൊക്കെ വരുത്തി. എന്നിട്ട് അങ്ങനെ വരുത്തിയിട്ട് വീണ്ടും ഈ പാൽക്കാരൻ തന്നെ സമീപിക്കുന്നു. അപ്പോൾ ഈ പാൽക്കാരൻ വേറെ ചില പോരായ്മകൾ പറയും, അങ്ങനെ വീണ്ടും മടക്കും, അങ്ങനെ വീണ്ടും എന്ത് ചെയ്യും, ഇത് ക്ലിയർ ചെയ്യും. അങ്ങനെ ക്ലിയർ ചെയ്ത് മടക്കി അങ്ങനെ ലാസ്റ്റ് ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താവും, ഇയാൾ ആർട്ടിഫിഷ്യലി ഒരു പാല് ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ളൊരു പാല് ജനറേറ്റ് ചെയ്ത ശേഷം ആ പാല് ഇയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇയാൾക്കതിൽ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി വരും. അപ്പം ശരിക്കും എന്തായി, ഈ അഡ്വേഴ്സറി ഇവിടെ സക്സസ് ആയി. അപ്പം ഇങ്ങനെയാണ് ഈ ജനറേറ്റീവ് നമ്മൾ പറഞ്ഞ GANൻ്റെ വർക്കിംഗ്. GANൽ 2 നെറ്റ്വർക്ക് ഉണ്ട്, ഒന്ന് ജനറേറ്ററും ഒന്ന് ഡിസ്ക്രിമിനേറ്ററുമാണ്. ഈ ജനറേറ്റർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇമേജ്, ഇപ്പം നമുക്ക് കുറേ കുതിരയുടെ ഇമേജ് ജനറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ കുതിരയുടെ ഇമേജ് മോഡലിന് കൊടുത്തു. അപ്പം മോഡലിന് കുതിരേൻ്റെ ക്യാരക്ടർ ഇതൊക്കെയാണെന്ന് മോഡലിന് മനസ്സിലായി. അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെർട്ടൈൻ ഒരു നോയ്സ് ആയിട്ടൊരു പിക്സൽ ജസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ പിക്സലിൽ ഈ കുതിരയുടെ നോക്കിയിട്ട് പല ചേഞ്ചസ് വരുത്തി, അതിൻ്റെ ക്യാരക്ടറൊക്കെ പഠിച്ച് അങ്ങനെ ചേഞ്ചസ് വരുത്തി അങ്ങനെ ഒരു മോഡൽ ജനറേറ്റ് ചെയ്യും. അതാണ് ജനറേറ്ററിൻ്റെ ഡ്യൂട്ടി, അങ്ങനെ ഒരു ഫേക്ക് സാധനം ഉണ്ടാക്കുക. ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അത് കുതിരയാണോ അല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ അത് കുതിരയായിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് അതിനിങ്ങനെ പോരായുണ്ടെന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റർ അതിനെ മടക്കി അയക്കും. അപ്പോൾ പിന്നെയും ജനറേറ്ററിൽ വരും, അപ്പം ജനറേറ്റർ പിന്നെയും ചേഞ്ച് ചെയ്യും, അങ്ങനെ ഡിസ്ക്രിമിനേറ്ററിലേക്ക് പിന്നെയും വരും. ഡിസ്ക്രിമിനേറ്റർ പിന്നെയും നോക്കും അത് കറക്റ്റാണോ, അത് കറക്റ്റല്ലേ പിന്നെ മടക്കി അയക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തത് പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് ഡിസ്ക്രിമിനേറ്റർ അതിനെ കറക്റ്റ് ഹോസ്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പോയിന്റിലെത്തിയാൽ നമ്മുടെ ഈ അഡ്വേഴ്സറി ഇവിടെ സക്സസ് ആകുകയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ഫേക്ക് ഇമേജസ് നമുക്ക് നമ്മുടെ ഈ സിനാരിയോയിൽ ജനറേറ്റ് ആയിട്ടുണ്ട്. 2014 തൊട്ട് തന്നെ ഇത് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. 2014 ഇമേജൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരാളുടെ ഇമേജ് നോക്കിയാൽ പിന്നെ ചെറിയ പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതിങ്ങനെ അഡ്വാൻസ്ഡ് ആയി. പിന്നെ ഈ GAN എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നിയാൻ ഗുഡ്ഫെല്ലോ എന്ന് പറയുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റ്, ഈ ഫീൽഡിൽ നല്ല റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹം ഓരോ വർഷവും ഇത് ഇങ്ങനെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും സ്റ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നമുക്കറിയാം, ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ GAN ജനറേറ്റ് ചെയ്ത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ഇമേജസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് നോക്കുന്ന സമയത്ത് കറക്റ്റ് എക്സാക്റ്റ് നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരായിരിക്കും. എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരാൾ ഫോട്ടോ എടുത്തതാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ ഇതുവരെ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാത്ത കുറേ മനുഷ്യന്മാരുടെ ഫോട്ടോ കറക്റ്റ് നമ്മളാണെന്ന് വിചാരിക്കും. അതുപോലെ ചിലക്ക് കുറേ ഹോസുകളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണും, പക്ഷെ അതൊന്നും ശരിക്കുള്ള സംഭവമല്ല, ഇല്ലാത്ത സംഭവം ഉള്ളതായിട്ട് ഇതാക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഈ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി കൺസേൺസും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ഫേക്ക് IDs ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളെ കബളിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനാരിയോയിൽ പിന്നെ ഒരുപാട് ഫേക്ക് ഐഡൻറ്റിറ്റീസ് വരുമ്പം അതിൻ്റെ സെക്യൂരിറ്റി കൺസേൺസ് നമുക്കറിയാമല്ലോ. പക്ഷേങ്കിൽ അതേസമയം തന്നെ ഇതിനൊരുപാട് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് നല്ല വശങ്ങളുണ്ട്, ഒരുപാട് ഫീൽഡിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ മെഷീൻ ലേണിങ്ങിൽ സാർ പറഞ്ഞ 2 ലേണിങ്ങിന് പുറമേ ഉള്ളൊരു ലേണിംഗാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് വെച്ചാൽ ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ് നമ്മൾ ഷോർട്ടായിട്ട് പറയാം അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു റോബോട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ റോബോട്ടിന് ഒന്നും അറിയില്ല, എന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റ അതിന് കൊടുക്കണില്ല. അപ്പോൾ അതിനെ നടത്തിക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കണ്ട് എന്നെ നടത്തിയപ്പോൾ അപ്പോൾ അത് മനസ്സിലായി, ഇന്ന ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകണം എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്നൊരു ഡാറ്റ മനസ്സിലായി. എന്നിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പഠിപ്പിക്കുകയാണ്. അതേ സ്ഥാനത്ത് അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പഠിച്ച് വരുമ്പോഴേക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല നമ്മളത് കറക്റ്റ് റിയൽ വേൾഡിലായിരുന്ന സമയത്ത് അതിനൊരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഒരുപാട് നമ്മുടെ ഈ എൻവയോൺമെൻ്റായിട്ടുള്ള ഫാക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് ചില പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ, അപ്പം അത്തരം സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ജനറേറ്റീവ് AI യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേക്കായിട്ട് അങ്ങനെ ഒരു റോബോട്ടിന് പഠിക്കാനുള്ളൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ എൻവയോൺമെൻറ്റിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയും ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ
പിന്നെ അതിന് പഠിച്ചിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കറക്റ്റ് ആദ്യം തന്നെ ഒരു ഫിസിക്കൽ എൻവയൺമെൻറ്റിലേക്ക് ഇറങ്ങാതെ. അപ്പം അത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കണ്ടന്റ് ക്രിയേഷൻസ് കാര്യങ്ങൾ, പുതിയ പുതിയ ഇമേജസ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ മെഷീൻ ലേണിങ്ങിൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ് സാറ് പറഞ്ഞതുപോലെ, ഈ നമ്മൾ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പെർഫോമൻസേ കിട്ടില്ല. അപ്പോൾ നേരെ തിരിച്ചുള്ള പെർഫോമൻസാണ് കിട്ടുക. അപ്പോൾ ഈ ഡാറ്റേൻ്റെ സ്കേഴ്സിറ്റി പരിഹരിക്കാൻ വേണ്ടി ഡാറ്റ ഓഗ്മെൻറ്റേഷനും ആണെങ്കിൽ നമ്മുടെ ഈ ജനറേറ്റീവ് AI നല്ലൊരു അഡ്വാൻറ്റേജ്. ഡാറ്റ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്റേ യൂസ് ചെയ്തിട്ട് ആ എക്സ്റേ നോക്കിയിട്ട് ഇയാൾക്ക് കോവിഡ് ഉണ്ടോ കോവിഡ് ഇല്ല എന്ന് ഡിറ്റക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കോവിഡ് വേണ്ട, ലങ് ക്യാൻസർ ആയിക്കോളൂ, ലങ്സിൻ്റെ എക്സ്റേ നോക്കിയിട്ട് നമ്മൾ ലങ് ക്യാൻസർ പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ ബിനൈൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. പ്രശ്നമൊന്നും ഇല്ലാത്തതാണോ അല്ലെങ്കിൽ ക്യാൻസറസ് ആണോ എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഈ ലെൻസിൻ്റെ ഇമേജസ് നോക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വളരെ കുറച്ച് ഇമേജസേ ഉള്ളൂ. സപ്പോസ് ഒരു 100 ഇമേജസേ ഉള്ളൂ. ആ 100 ഇമേജസ് നമ്മൾ ട്രെയിൻ ചെയ്താൽ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതല്ലാത്ത വേറെ പല ഇമേജസും പല നിലക്കുള്ള ഡാറ്റാസ് ഉണ്ടാവും. അപ്പം ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഈ മോഡൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇങ്ങനത്തൊക്കെ അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് മോഡൽ ഡിറ്റക്ട് ചെയ്യുന്നത് പലപ്പോഴും മിസ്റ്റേക്ക് വരാറുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ആ ഒരു ഫീൽഡിൽ ചെറിയൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തിരുന്നു. അപ്പം മനസ്സിലാകുന്ന കാര്യം, അപ്പോൾ ഈ ഡാറ്റേൻ്റെ സ്കേഴ്സിറ്റി പരിഹരിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞ ഡാറ്റ ഓഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരുപാട് എക്സ്റേ ഇമേജസ് ഉണ്ട്. അപ്പോൾ ആ ഉള്ള എക്സ്റേ ഇമേജസിൽ തന്നെ സെർട്ടൈൻ ട്രാൻസ്ഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി കഴിഞ്ഞ് വീണ്ടും സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഒരുപാട് കൂടുതൽ വരും. അതുപോലെ നമുക്ക് ഈ ജനറേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇതേപോലെയുള്ള ഇമേജസ്. അപ്പോൾ നമ്മുടെ ഡാറ്റേൻ്റെ സ്കേഴ്സിറ്റി ഒരു ലിമിറ്റ് വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പം അത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല അപ്ലിക്കേഷൻസ് ജനറേറ്റീവ് AIക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ കൺസേൺസും ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വെജിറ്റേറിയൻ ആൾക്ക് ചിക്കൻ കഴിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പം വരുന്ന ഭാവിയിൽ നമുക്ക് സാധിച്ചെന്ന് വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാൻസ് ഉണ്ടല്ലോ, ഈ ചിക്കൻ്റെ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ, മോളിക്കുലർ സ്ട്രക്ചർ ഇതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നല്ലോണം ഒരു മോഡൽ നല്ലതായി ട്രെയിൻ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സപ്പോസ് ഒരു പ്ലാന്റ്സിൽ പിന്നെ ഒരു പ്ലാന്റിൽ അതുപോലത്തെ ഇതൊക്കെ വരുത്തി അതിനെ ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞ് അതേ ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ ആ പ്ലാന്റിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ AI നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ എന്ന് പറയുമ്പം വെറും ടെക്സ്റ്റും ഇമേജസും മാത്രമല്ല, ടേസ്റ്റ്, ടെക്സ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ജനറേറ്റീവ് AI നമുക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ പ്രോസും കൊണ്ട് ഒരുപാട് കോൺസും ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ഇങ്ങനത്തെ ഈ സോഷ്യൽ കൺസേൺസ്, ഇതുപോലെ ഈ പിന്നെ എത്തിക്കൽ കൺസേൺസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പം കുറേ കോൺസും അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ വളരെ കുറഞ്ഞ സമയമാണ് സംസാരിച്ചെങ്കിലും ഷാഫി ഇതിനകത്ത് 100 കണക്കിന് ബെനിഫിറ്റ്സ് പറഞ്ഞു. അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക്രിമിനേറ്റീവ് AI, ജനറേറ്റീവ് AI എന്ന ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ആ ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ടാവും. അത് ജനറൽ AI. മുമ്പ് ഇപ്പോൾ നമ്മൾ ജനറേറ്റീവ് AIനെ ജെൻ AI എന്നാണ് പറയുന്നത്. ജെൻ AI എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. മുമ്പ് ജെൻ AI നമ്മൾ പറഞ്ഞിരുന്ന വലിയൊരു കൺസെപ്റ്റ് ജനറൽ AI ആണ്. അതായത് എന്തും ചെയ്യാൻ പറ്റുന്ന. ഇനിയിപ്പോൾ വേറെ പലതും, അതായത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മൾട്ടി മോഡൽ എന്നാണ് പറയുക. മൾട്ടി മോഡൽസ്, അതായത് ഇപ്പോൾ GPT-4 യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അതിനകത്ത് നമുക്ക് ഇമേജും കൊടുക്കാം, ടെക്സ്റ്റും കൊടുക്കാം. ഇപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രോസും കോൺസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഏതൊരു ടെക്നോളജി എടുത്താലും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ നെഗറ്റീവ് സൈഡ്സിനെ എലിമിനേറ്റ് ചെയ്യാനും തന്നെ നമുക്ക് ഈ AI തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് പറയുമ്പോൾ നമുക്ക് വന്ന ഒരു റിക്വയർമെൻറ്റ്, ഇപ്പോൾ അടുത്ത വർഷം മേജർ കൺട്രീസിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. US, ഇന്ത്യയിൽ, ഇന്തോനേഷ്യ, മേജർ കൺട്രീസിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അധികം വരാൻ പോകുന്നൊരു പ്രോബ്ലമാണ് ഡീപ്പ് ഫേക്ക്. നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് എക്സാക്ട്ലി പണ്ടൊക്കെ നമ്മൾ മോർഫ് ചെയ്തിട്ട് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ബട്ട് ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ വോയിസും ഇമേജും വീഡിയോസും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡീപ്പ് ഫേക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേറൊരു AI മോഡലിനെ പറ്റുകയുള്ളൂ. നമുക്ക് ഹ്യൂമൻസിന് പറ്റില്ല അത്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ഡീപ്പ് ഫേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡീപ്പ് ഫേക്കും ഒറിജിനലും വെച്ച് ട്രെയിൻ ചെയ്തൊരു മോഡലിന് മാത്രമേ ഡീപ്പ് ഫേക്കിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ
നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മുതൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊക്കെ ആലിമീങ്ങളാണല്ലോ. മുമ്പ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ വലിയൊരു റിസർച്ചർ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അദ്ദേഹം നല്ല പ്രായമുണ്ട്, നല്ല പ്രായം വെച്ചാൽ 60-70 വയസ്സുണ്ട്. അദ്ദേഹം കാനഡയിലും US അദ്ദേഹം ഒരു ചിപ്പ് ഡെവലപ്പറാണ്. അതോടുകൂടി തന്നെ ഇന്ന് ഡിഗ്രിയാണ്, അയാൾ ഈജിപ്ഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വന്നത് അയാളിപ്പോൾ ചിപ്പ് ഡെവലപ്മെൻ്റ് ഒക്കെ നിർത്തി അയാളിപ്പോൾ ഫിഖ്ഹിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്യണം. ചാറ്റ് ബോട്ട് ഉദ്ദേശിച്ച് ഇപ്പോൾ ഒരു മസാല കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ പോസിബിലിറ്റീസ്, അതൊരു ജഡ്ജ്മെൻറ്റ് പറയല്ല, ഇന്നതാണ് ഉത്തരവെന്ന് പറയല്ല, ഒരുപാട് കിതാബുകൾ നോക്കുന്നത്. ഇന്നിപ്പോൾ ജനറേറ്റീവിലേക്ക് വരുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പാണ് ഇത് സംഭവം. അപ്പോൾ അദ്ദേഹം 80കളിൽ AI പഠിച്ച ആളാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചാറ്റ് ബോട്ട് ഉണ്ട്, ഇങ്ങനത്തെ ജനറേറ്റീവ് AI റിലേറ്റഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനോട് തർക്കിച്ചു. അത് പറ്റില്ല, അങ്ങനെ പറ്റൂലല്ലോ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. കാരണം അദ്ദേഹം ചിന്തിക്കുന്ന AI അദ്ദേഹം 80കളിൽ പഠിച്ച AI ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇന്നിപ്പോൾ ChatGPT വെച്ച് പലരും അത് യൂസ് ചെയ്യുന്നുണ്ട്, പലരും മസാലകൾ ചോദിച്ചിട്ട്. കാരണം ഈ ട്രെയിനിങ് ഡാറ്റയിൽ പലതും കയറിയിട്ടുണ്ട്. അപ്പോൾ 2 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ യൂസും പ്രോസും കോൺസും കമ്പൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു 100 കണക്കിന് കിതാബുകൾ നോക്കുന്ന ഒരു എഫക്റ്റ് ചിലപ്പോൾ നമുക്കതിന് കിട്ടും. നമ്മളിത് നോക്കിയിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമല്ല. അറിയാവുന്ന ഒരാൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇതുണ്ട്, അത് പിന്നെ വകതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അറിയാത്ത ഒരാൾ അത് നോക്കി അമല് ചെയ്യാൻ ശ്രമിച്ചാലോ അവിടെ അത് അപകടത്തിലും പെടും. ഇനി രണ്ടാമത്തെ ഫാക്ടർ, നമ്മൾ ഇന്ന് ഈ തെറ്റായ ആൻസറുകൾ വരാനൊരു സാധ്യത, ഞാൻ പറഞ്ഞു GPT-ക്കായിട്ടൊരു കുഴപ്പമില്ല, അതിലുള്ള ലേണിംഗ് ഡാറ്റ. ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ലേണിംഗ് ഡാറ്റ, ഇസ്ലാമിക്കായിട്ടും നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ലേണിംഗ് ഡാറ്റ ഡിജിറ്റൈസ് ചെയ്ത് നമ്മളിപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്, ലാമ അതുപോലുള്ള മോഡൽസ് ഉണ്ട്. പരിശ്രമിക്കേണ്ട ഒരു മേഖല അതാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഫൈൻ ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ രൂപത്തിൽ പ്രോംപ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു മാത്സ് ട്യൂഷൻ ടീച്ചറാണ് എന്ന് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാത്സ് ട്യൂഷൻ ടീച്ചറിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ മാത്രമേ അത് പറയുള്ളൂ. ഞാൻ എൻ്റെ ഒരു ജനറൽ സെൻസ് ആണ് പറയുന്നത്, ഫൈൻ ട്യൂണിങ്ങിൻ്റെ. എക്സാക്ട്ലി ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചോദിക്കുക, അതൊരു മാത്സ് ടീച്ചറായി മാറി നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുക്കുന്നതിലോടുകൂടി. എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫിഖ്ഹിലെ ഡാറ്റ വെച്ചിട്ട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഫൈൻ ട്യൂൺ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട 2 എഫേർട്ടാണ്. ഒന്ന്, ക്വാളിറ്റി ഡാറ്റ. നമുക്കറിയാം നമ്മുടെ കിതാബിലുള്ള ഡാറ്റ ഡിജിറ്റൈസ് ചെയ്താൽ മാത്രം പോരാ. ഇത് ഈ AI അതിനിപ്പോൾ നമ്മൾ ഫീച്ചർ ഡാറ്റ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. അത് AI മോഡലിന് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എഞ്ചിനീയർ ചെയ്ത് ആ ഡാറ്റനെ ഒരു ഫോർമാറ്റ് ചെയ്യണം. ആ ഫോർമാറ്റിലേക്ക് ക്വാളിറ്റി ട്രെയിനിങ് ഡാറ്റ കൊണ്ടുവരണം. പിന്നെ അതേപോലെ മറ്റാരെങ്കിലും നമുക്കത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ നെഗറ്റീവ് യൂസ് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അതുപോലെയുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഹ്യൂജ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു മസാല വരികയാണ്, അത് ഇങ്ങനെ വളരെ സുദീർഘം. ഇപ്പോൾ നമുക്ക് ലേമാൻ അങ്ങനെയാണല്ലോ പറയുക, സാധാരണക്കാരങ്ങനെ പറയുക. ഞാൻ അങ്ങനെ പോയി അവിടെ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, ആ മരത്തിന് ഒരു പഴം ഉണ്ടായിരുന്നു, അതിൻ്റെ തല വീണു, അതാണ് മറ്റൊരാളുടെ പറമ്പിലായിരുന്നു, അത് വീണപ്പോൾ ഞാൻ തെന്നി വീണു, അത് വേറൊരാളുടെ പറമ്പിൽ ഞാൻ പോയി വീണു. ഇങ്ങനെ ദീർഘമായൊരു മസാല നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതിനിപ്പോൾ ആരാണ് ഉത്തരവാദി? ഇത് നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹ്യൂജ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ലാംഗ്വേജ് മോഡൽസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് തരും. അതൊക്കെ ഇതിൻ്റെ നമുക്ക് ഈ പ്രോംപ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സമ്മറൈസേഷനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫറായിലിൻ്റെ മസാല, ഇപ്പോൾ വളരെ ബൃഹത്തായ ഒരു മസാല ചോദിക്കുകയാണ്, ഇതിൻ്റെ ഡാറ്റ ന്യൂമറിക്കൽ ഡാറ്റ ഇത് അനലൈസ് ചെയ്യും. നമ്മളൊരു ടേബിൾ ഡാറ്റ GPT-4 പോലുള്ള മൾട്ടി മോഡൽ എന്നാണ് അതിന് പറയുക. അതിന് ഇമേജ് കൊടുക്കാൻ പറ്റും, ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും, ന്യൂമറിക്കൽ ഡാറ്റ ടേബിൾസ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കൊടുത്തിട്ട് ഇത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു മസാല പറയുകയല്ല, പക്ഷെ നമുക്ക് ഈ ഡാറ്റയുടെ ഒരു സമ്മറി കിട്ടണം. ഇതെന്താണെന്ന് നമ്മൾ ദിവസങ്ങളോളം എടുത്ത് പഠിക്കുന്നതിന് പകരം നമുക്കിതിൻ്റെ ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഒരു കാമ്പ് നമുക്ക് കിട്ടണം. അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും, ഇതേപോലെയുള്ള ഡാറ്റ മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള മോഡൽസ് യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തന്നെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള എഫേർട്സും എന്ത് ചെയ്യണം, ഇതിലേക്ക് വരണം. നമ്മളിപ്പോൾ ഇതിനെ വ്യാപകമായി യൂസ് ചെയ്യണം എന്നുള്ളതോടുകൂടി തന്നെ ആലിമീങ്ങളായി നിങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഇസ്ലാമികമായ ഡൗൺ സൈഡുകൾ, ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്താൽ വരുന്നത് ഇങ്ങനെ ഒരു ഇതാണ്, അതിനെ ഇത് ചെയ്യണം, കണ്ടന്റ് മോഡറേറ്റ് ചെയ്യണം. ഇപ്പോൾ കുറേയൊക്കെ ഇപ്പോൾ ഓപ്പൺ AI നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേയൊക്കെ മോഡറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം, ഈ ഓപ്പൺ സോഴ്സ് മോഡൽസ് കുറേ ഉണ്ട്, ആർക്കും ഈ മോഡറേറ്റ് ചെയ്യാതെ മോഡൽസ്
ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് റിസർച്ചുകളിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടതുണ്ട്. ഈവൻ നിങ്ങളൊരു AI എക്സ്പെർട്ട് ആയിക്കൊള്ളണം എന്നല്ല, ഒരു ഡാറ്റ, അതായത് ഡാറ്റ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫിഖിൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയട്ടെ. ഏറ്റെടുത്തെങ്കിൽ ഞാൻ അതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളല്ല, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ആവശ്യം വരും. ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രൊജക്റ്റൂടെ പറയാം. 4 കൊല്ലം മുമ്പ് മലേഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റി പുത്ര മലേഷ്യ അവർ നമുക്ക് തന്നൊരു പ്രോജക്റ്റ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് 7 കിറാത്തുകൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത്. അത് വല്ലുഹ മാത്രമാണ് അവർ പറയുന്നത്. വല്ലുഹ സൂറത്തിൽ ഒരാളൊരു കിറാത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കിറാത്ത്, ഹഫ്സ് റളിയല്ലാഹുവിൻ്റെ കിറാത്താണോ അതോ ഇമാം കിസായുടെ കിറാത്താണോ എന്ന് നമ്മളത് പറയണം. വല്ലുഹ മാത്രമാണ് തന്നത്. അപ്പോൾ നമ്മൾ 100 കണക്കിന് ഡാറ്റ അവർ തന്നിരുന്നു. ഇതേപോലെ പല ഇമാമിയങ്ങളുടെ ഈ പല കിറാത്തിനനുസരിച്ചുള്ള കിറാത്തിൽ തന്നിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്ത് അതുപോലുള്ള ഡാറ്റകൾ ഇപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ജനറേറ്റീവ് കാലഘട്ടത്തിൽ. നമ്മൾ ഈ ഉമ്മത്തിനോടും, അതായത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റീവ് AI പോപ്പുലറായി. ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബ് നല്ല ആവശ്യങ്ങൾക്കും ചീത്ത ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല ആവശ്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ കുറേ കണ്ടൻറ്റ്സ് നമ്മളുള്ളത് കൊണ്ടാണ് യൂട്യൂബ് തുറന്നാൽ ഒരുപാട് ഇസ്ലാമിക് കണ്ടൻറ്റ്സ് നമുക്ക് കിട്ടും. എന്നുള്ളതുപോലെ ജനറേറ്റീവ് AI യൂസ് ചെയ്യുന്നവർക്കും പറ്റാവുന്ന രൂപത്തിൽ അതിൽ പ്രോംപ്റ്റ് ചെയ്താൽ നല്ല ഉത്തരം കിട്ടുന്ന രൂപത്തിലുള്ള ക്വാളിറ്റിയുള്ള ഡാറ്റ, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ അതിനുള്ളൊരു ബാധ്യത നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം സംസാരം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് AI വ്യത്യസ്ത മേഖലകളിലേക്ക്, അതിൻ്റെ പ്രോസും കോൺസും അതിൻ്റെ കോൺസെപ്റ്റിലേക്കുമൊക്കെ കടന്നുപോയി. അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല വിപത്തുകളും ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുണ്ട്. ഈ നേരത്തെ നമ്മൾ കോൺസ് എണ്ണിയതിൻ്റെ കൂട്ടത്തിൽ എത്തിക്കൽ കൺസേൺസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ തന്നെ ഒരു ഏരിയ ഉണ്ട്, ഹലൂസിനേഷൻ എന്നാണ് ഇത് പറയുക. അതായത് ഇല്ലാത്തൊരു സാധനത്തെ ഉള്ളതുപോലെ അവതരിപ്പിക്കാൻ AI ഭയങ്കര മിടുക്കനാണ്. ഉദാഹരണത്തിന് ഈ കൊണ്ടോട്ടിയെ കുറിച്ച് നിങ്ങൾ പറയണേ, കൊണ്ടോട്ടി ഈസ് എ മിനി സ്വിറ്റ്സർലൻഡ്, വൈ ഈസ് ഇറ്റ് സോ കോൾഡ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തു തരും. എങ്ങനെ പറയുന്ന ആൻസർ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ കൊണ്ടോട്ടിക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈ കൊണ്ടോട്ടിയിൽ മുമ്പ് കാലത്ത് ഒരുപാട് സ്വിറ്റ്സർലൻഡുകാരായ ആളുകൾ താമസിച്ചിരുന്നു. അവരുടെ സ്വഭാവത്തിന് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തുള്ള കൊണ്ടോട്ടിക്കാർക്ക് ആ സ്വഭാവമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ വീണു പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹലൂസിനേഷൻ എന്നുള്ളത് നമ്മളെ ട്രാപ്പിൽപ്പെടുത്തും. അപ്പോൾ ഇതുപോലെ ഈ ChatGPTയോ ബാഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ദീൻ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ എത്തണമെന്ന് പോലും പറയാൻ കഴിയില്ല. അദ്ദേഹം വേറൊരു ആർട്ടിഫിഷ്യൽ സ്ഥലത്ത് എത്തിപ്പെടും. അപ്പോൾ ഇതിനെ എത്രമാത്രം നമുക്ക് ഡാറ്റ ക്രിയേഷൻ എന്നുള്ളത് വലിയൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ഡാറ്റ ക്രിയേഷൻ, നല്ല ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം മോഡലുകളൊക്കെ ട്രെയിൻ ചെയ്ത് വന്നാൽ അതൊക്കെ ഒരുപക്ഷെ നാളത്തെ ഒരു ദഅവയുടെ മോഡലുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രംഗത്തേക്കൊക്കെ മുത്തഅല്ലിമീങ്ങൾ ഈ ChatGPTയുടെ ബാക്ക് എൻഡിലൊക്കെ പറയുന്ന സമയത്ത് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവിടെയൊക്കെ കിടക്കുന്ന കുറേ ടെക്നിക്കുകളാണ്, ലാർജ് ലാംഗ്വേജ് മോഡൽ, അങ്ങനത്തെ ഓരോ മോഡലുകളൊക്കെ പറയും. അതൊക്കെ മാത്തമാറ്റിക്സിലായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളാണ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിലേക്കൊക്കെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മുമ്പൊരിക്കൽ സ്റ്റീഫൻ ഹോക്കിയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഈ AI ടെക്നോളജിയുടെ ഇനി ഭാവിയിലുള്ള വളർച്ചകളെല്ലാം മാനുഷിക കുലത്തെ മുഴുവൻ തകർക്കാനുള്ള രീതിയിലായിരിക്കുമെന്ന്. പിന്നെ അത് മാത്രമല്ല, പിന്നെ എലോൺ മസ്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതും കേൾക്കാം, ഇനി വരാനിരിക്കുന്ന ഈ AI ടെക്നോളജികൾ എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ തീരെ തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യമാണോ? അതെ, നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പല പ്രഡിക്ഷൻസ് ഒക്കെ നടന്നേക്കാം. അവിടെ ഇത് വരുന്നത് എത്തിക്കൽ കൺസേൺസിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ആ ഏരിയയിലാണ്. ഇപ്പോൾ ഈ AI വരുന്നതോടുകൂടി ലോകം തീർന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഇൻ്റലിജൻസിന് ഒരുപാട് ഡെഫിനേഷൻസ് അവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്, മറ്റേ ഓരോന്നിനെ അനലൈസ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ്. ഉദാഹരണത്തിന് ഒരു കാൽക്കുലേഷൻ പവർ, ഒരു മനുഷ്യൻ്റെ ഇപ്പം ക്യൂബ് റൂട്ട് ഓഫ് 27 എത്രയെന്നുള്ളത് ഇപ്പോൾ ഒരാളോട് ചോദിച്ച് അദ്ദേഹം ഒരു പക്ഷേ കണക്കൂട്ടാൻ കുറേ സമയം എടുക്കും. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ അത് പെട്ടെന്ന് പറഞ്ഞു തരും. നേരെ മറിച്ചിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഇമേജ് കാണിച്ചു കൊടുത്തിട്ട് ഒരു മനുഷ്യനോട് പറഞ്ഞ മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ AIക്ക് അത് സമയമെടുക്കും.
അപ്പോൾ ഇവിടെ ചിലത് എ ഐക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും, ചിലത് എ ഐക്ക് പിന്നെ സമയമെടുത്ത് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ എ ഐ വന്നതുകൊണ്ട് ലോകം അവസാനിച്ചു എന്നുള്ള ഒരു പ്രതീതിയൊന്നും ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എ ഐ കൊണ്ട് പല തട്ടിപ്പുകളും നടത്താൻ കഴിയും, ആളുകളെ മിസ്ഗൈഡ് ചെയ്യാൻ കഴിയും. ആ രൂപത്തിൽ അതിനെ കാണേണ്ടതുള്ളൂ. അപ്പോൾ അന്ന് പറഞ്ഞ ആളുകളൊക്കെ പലരും ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് തീർത്തും അവഗണിക്കാൻ കഴിയില്ല. ഈ അടുത്ത് ഗൂഗിളിൽ നിന്ന് ഒരാൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയർ റിസൈൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു വാദം ഇതാണ്, അവിടെ ഈ റിസർച്ചുകളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യകുലത്തിന് ഇമ്പാക്റ്റ് ചെയ്യുന്ന, അതിൽ റോങ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന പല സാധനങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത കൊണ്ട് എനിക്കതിൽ അവിടെ അവരുടെ ശമ്പളം വാങ്ങിക്കൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് ഇത് പറയുകയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മാറ്റത്തിന് പോലും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, മനുഷ്യൻ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോകും. മനുഷ്യൻ്റെ ഇന്റലിജൻസ് അതിനേക്കാൾ ഇത് കിട്ടുമ്പോൾ ഇതിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പുതിയ ആളുകൾ വരും. ഒരു വൈറസ് വരുമ്പോൾ ഒരു ആൻറ്റിവൈറസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ പറ്റുന്ന സാധനമുണ്ട്. ഇപ്പോൾ ജോബുകൾ ഇവിടെ നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. ഒരു കോൺസായിട്ട് പറയുന്ന സാധനമാണ് ജോബുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത്. പക്ഷേ ജോബ് നഷ്ടപ്പെടുമ്പോൾ കുറേ ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതാവും. അതിൻ്റെ എണ്ണം എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇപ്പോൾ പുതിയൊരു ജോബ് ക്രിയേഷൻ വന്നാണ്. ഈ ChatGPT ബാഡൊക്കെ വന്നപ്പോഴാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ. നല്ല സാലറിയുള്ള ജോബാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ. പുതിയൊരു ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ കോൾ സെൻറ്റർ പോലെയുള്ള ജോബുകൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നുള്ള ജോബ് ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം പുതിയ സാധനങ്ങൾ വരുന്നതോടൊപ്പം പഴയത് നഷ്ടപ്പെട്ടു പോകും. അതിനൊരു ബാലൻസിങ് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതൊക്കെ മറികടക്കാൻ മനുഷ്യൻ്റെ ഹ്യൂമൻ ഇൻ്റലിജൻസിന് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആരും നല്ല പ്രത്യാശയാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം പിന്നെ അത് പലരും പറയുന്ന ഒരു കൺസേൺ ആണ്. കാരണം ഇങ്ങനെ ഒരുപാട് റീസെൻ്റ് അഡ്വാൻസ്മെൻറ്റ് വരുന്ന സമയത്ത് ഹ്യൂമൻ ഇൻ്റലിജൻസിനേക്കാളും മുകളിൽ മെഷീൻ്റെ ഇൻ്റലിജൻസ് മാറിക്കഴിഞ്ഞാൽ ഇനി ചിലർ പറയുന്നൊക്കെ ഇനിയൊരു ലോകയുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ റോബോട്ട്സും ഹ്യൂമൻസും തമ്മിലായിരിക്കും എന്നൊക്കെ. കാരണം എന്ന് വെച്ചാൽ ആ രൂപത്തിലേക്ക് ഇൻ്റലിജൻസ് ചേക്കേറുക എന്നുള്ളൊരു ഭീതിയിൽ നിന്നാണ് ആ ഒരു സംസാരം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല കണ്ടുപിടുത്തങ്ങളും ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കണ്ടുപിടുത്തങ്ങളൊക്കെ വരലോടുകൂടെ മനുഷ്യനിലും ഇങ്ങനത്തെ പല ചേഞ്ചസും, മനുഷ്യൻ്റെ തോട്ട്സിലും ഇൻ്റലിജൻസ് പ്രോസസ്സിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം മനുഷ്യൻ അതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്ന രൂപത്തിലേക്ക് പിന്നെ മാറും. മനുഷ്യൻ്റെ ഇൻ്റലിജൻസിലും അത്തരം പരിവർത്തനങ്ങൾ സംഭവിച്ച് മനുഷ്യനെ ഒക്കെ ചെറുത്ത് നിൽക്കുന്ന രൂപത്തിലേക്ക് മുമ്പുള്ള കാലങ്ങളിലൊക്കെ വന്നതുപോലെ തന്നെ വരുമെന്ന് തന്നെ ഇപ്പോൾ പ്രത്യാശിക്കലാണ് നമുക്ക് ഏറ്റവും നല്ല ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതി. അവിടെ പ്രത്യാശ മാത്രമല്ലേ, നിങ്ങൾ നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള അല്ല. അപ്പോൾ നമ്മളെ ആൽഫ ജനറേഷൻ ചിന്തിക്കുന്ന രൂപത്തിൽ, പിന്നെ ഒരു മില്ലേനിയൽ ജനറേഷൻ ആൾ ചിന്തിക്കുന്നത് പോലെയല്ല ആൽഫ ജനറേഷനിൽ കുട്ടി ചിന്തിക്കുന്നത്. അവൻ 2 വയസ്സാകുമ്പോഴേക്കും ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവൻ ആവശ്യമുള്ളതൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവൻ വളരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആ ഒരു വഴിക്ക് ആ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരുന്നതിനെ ഇതിനെ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹ്യൂമൻ വിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത്തരം ചേഞ്ചസ് നമുക്ക് എവിടെയും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഈവൻ ആനിമൽസിൻ്റെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മുമ്പ് കാലത്തൊക്കെ നമ്മുടെ തേരട്ട ഉണ്ടല്ലോ, ആ തേരട്ട ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയത്ത് ചുരുണ്ട് വെക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കി നോക്കുക, വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് നേരെ പോകാൻ തുടങ്ങും. അപ്പം അത്തരം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ പലതിൻ്റെ ഇൻ്റലിജൻസിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ ലോകത്തിൻ്റെ ഗതി, ഇതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഇൻ്റലിജൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുമെന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വേറൊരു ലെവലിൽ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഞാൻ ഈ ഒരു ചോദ്യം നമ്മുടെ ഒട്ടുമിക്ക, ഞാൻ 100 കണക്കിന് ട്രെയിനിങ് AI നമ്മൾ കൊടുക്കേണ്ടത്, അതിലെല്ലാത്തിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ഞാൻ ആ വിഷയത്തിലേക്ക് അത് നടക്കുമോ ഇല്ലെന്ന് അറ്റൻഡ് ചെയ്യാറില്ല. കാരണം അത് നമുക്ക് ഒരു വിഷയത്തിലും പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതിയൊരു അണുബോംബ് ഡെവലപ്പ് ചെയ്ത് അത് കത്തിയിട്ട് എല്ലാവരും മരിച്ചു പോകും, നമുക്കറിയാൻ പറ്റില്ല, നമുക്കറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞത് സംഭവിക്കുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നമുക്കൊന്നും അറിയാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ ഡ്രോണിനെ കുറിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ പലരും പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഡ്രോണ് വന്നിട്ട് ഒരു തോക്കുമായി വന്ന് നിങ്ങളെ വെടിവെച്ച് കൊല്ലൂലേ, കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഫേസ് റെക്കഗ്നീഷൻ വഴി നിങ്ങളെ തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. സംഭവിക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് അത് എങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം, അതോടുകൂടി ഇതിനെ കൗണ്ടർ ചെയ്യാൻ മറ്റ് ടെക്നോളജി. ഇപ്പോൾ ഡ്രോണിന് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോൺ റഡാറുകൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഡ്രോണിനെ
എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ AI-യുടെ കോൺസിനെ ഡിറ്റർ ചെയ്യാൻ AI കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ ഡീപ് ഫേക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ, അതും നമ്മൾ ശരിക്കും AI-യിലേക്ക് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കാണ്. മറ്റേ നടക്കുമോ ഇല്ലെന്നുള്ളത് ആൻസർ പറയാൻ ഞാൻ പ്രാപ്തനല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ലോകം എങ്ങനെ പോകുന്നുള്ളത്, ഓരോ മേഖലയിലും ആരൊക്കെ ഏതൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ട പോലെ നമ്മുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ AI-നെ കൗണ്ടർ ചെയ്യുന്ന ഇൻ്റലിജൻസ് നമുക്ക് വന്നുകൂടാന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ബേജാറാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ച് കുറേ വറിയാവുകയും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ റൌഫ് സാർ നേരത്തെ പറഞ്ഞു, വലിയൊരു ദയവാണ് ഈ ജനറേറ്റീവ് AI പോസിറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യപ്പെടണം എന്നുള്ളത് നിങ്ങൾ ഇനി കൂടുതൽ ചർച്ച ചെയ്യണം. ഇന്ന് ഡാറ്റ, ഇതിൻ്റെ നെഗറ്റീവ്, ആളുകൾ എങ്ങനെ ഇത് മസൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നാൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ഒളു കൊടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് പലപ്പോഴും നമുക്കറിയാം നിസ്കാരം ശരിയാവുന്നുണ്ടാവില്ല. കാരണം അവർക്ക് ചിലപ്പോൾ തെറ്റായ മസലുകളായിരിക്കും. ഇനിയിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്യുക വരെ വേണ്ട, ഒള്ളുവിൻ്റെ ഫർദുകളൊന്ന് പറഞ്ഞു തരാൻ ChatGPT-യോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫർദുകൾ പറഞ്ഞു ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് മിസ്സാവും, ചിലപ്പോൾ വേറെ കുറേ ഉണ്ടാവും എന്നുള്ള കാലം വരികയാണ്. അപ്പോൾ അതിനെങ്ങനെ ഡിറ്റർ ചെയ്യണം നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമുക്കതിന് സാധിക്കില്ല. കാരണം നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ആ സൈഡിലേക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. മറ്റേ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് എങ്ങനെ ഡിറ്റർ, അത് ഈ പറഞ്ഞ നെഗറ്റീവ് സൈഡ്, ഇതിനെ നമ്മളെ നശിപ്പിച്ച് കളയുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. എന്തായാലും നമ്മൾ നശിക്കുമല്ലോ. അത് ചിലപ്പോൾ ഈ വഴിക്കാണ് പഠിച്ചവൻ കണക്കാക്കിയെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറ്റുള്ളൂ. ഒരു AI ചിലപ്പോൾ ഇപ്പോൾ AI-നെ ഡിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, സൈബർ അറ്റാക്കിനെ ഡിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറ്റോമിക് സെൻറ്റേഴ്സിലൊക്കെ AI യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ AI തന്നെ ഒരു വില്ലനായി മാറി ഈ ആറ്റം ബോംബ് പൊട്ടിച്ചുകൂടാന്നുമില്ല. അപ്പോൾ എന്തും സംഭവിക്കാം. 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഈ ഇപ്പോൾ എലൻ മസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ചിപ്പ് പോലത്തെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അതായത് ഹ്യൂമൻ ഇൻറ്റഗ്രേഷൻ. അപ്പം ഒരു സൈബോർഗ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ലോകം മാറുമോ എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് വേണം. അതുപോലെ തന്നെ ഇന്ന് നമ്മളിപ്പം പറഞ്ഞ ക്ലാസ്സിലുള്ളത് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് എത്തണം, ഒരു മാറ്റം വരുത്തണമെങ്കിൽ എന്ന രീതിയിലാണ്. അങ്ങനെ അല്ലാതെ നമ്മളെ ഇപ്പോൾ ഉള്ളൊരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഡിഗ്രി PG ഒക്കെ പല ഡിഫറെൻറ്റ് ഫീൽഡുകളിലായിട്ട് ചെയ്യുന്ന നമുക്ക് ഇപ്പം പഠിക്കുന്ന വേറെ ഒക്കെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഒന്ന് വിശദീകരിച്ച് കിട്ടണം. അപ്പോൾ സൈബോർഗും അതേപോലെ തന്നെ ടുഡേ വാട്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി റിസർച്ച് ചെയ്യുന്നൊരു മേഖലയാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പേറ്റൻറ്റ് മലേഷ്യയിൽ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസിലുള്ള ഒരു പേറ്റൻറ്റ് നമുക്ക് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തൊരു പേറ്റൻറ്റ് ക്ലയൻറ്റിന് വേണ്ടി ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് വളരെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത AI-യിലെ റെവല്യൂഷൻ അതിലാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ AI-യുടെ ഒരു പോരായ്മ അതിന് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സെൽഫ് ഡ്രൈവിങ് കാറ്, ഇപ്പോൾ നമ്മളൊരു മനുഷ്യനാണ് ഒരു വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ വണ്ടി പോവാണ്, അതിൻ്റെ ബ്രേക്ക് പൊട്ടി, നമ്മൾ എന്തായാലും വണ്ടി എവിടെയെങ്കിലും ഇടിക്കും. അപ്പോൾ വലത്തേക്ക് നോക്കുമ്പോൾ കുറേ കുട്ടികൾ നിൽക്കുന്നു, ഇടത്തേക്ക് നോക്കുമ്പോൾ ഒരു മരം. ഈ മരത്തിൽ ഇടിച്ചാൽ ചിലപ്പോൾ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എനിക്ക് അപകടം പറ്റും. വലത്തേക്ക് പോയാൽ ഈ കുട്ടികൾ ഇടിച്ച് കുറേ കുട്ടികൾ മരിക്കും, ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇമോഷണലി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് തിരിച്ച് ഈ മരത്തുമേലിടിക്കും. ഇതാണ് എൻ്റെ ഇമോഷണൽ ഇതാണ്. ഈ ഒരു ക്യാപ്പബിലിറ്റി AI-ക്ക് ഇല്ല, അല്ലെങ്കിൽ ഇതുവരെ ഇല്ല, ഇനി ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇമോഷനെ ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിലേക്കാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മലേഷ്യയിൽ ഇപ്പോൾ വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ആ യൂണിവേഴ്സിറ്റി ഇതിൽ ഫേമസ് ആണ്, ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസിൽ. അപ്പോൾ ഈ ഇമോഷൻ ഞാൻ പ്രൊപ്പോസ് ചെയ്ത ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ പലരും ഈ എലൻ മസ്ക് പോലെ പലരും വർഷങ്ങളായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. ഈ ട്രെയിനിങ് ഡാറ്റ നമ്മൾ കൊടുക്കുന്ന ലേബൽ ചെയ്ത ഡാറ്റ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആടാണ് പട്ടിയാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആടും പട്ടിയും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 10-15 ഡിഫറൻസ് എനിക്ക് പറയാൻ പറ്റൂ. ചിലപ്പോൾ മില്യൺസ് ഓഫ് ഡിഫറൻസസ് ഉണ്ടാവും. അതെൻ്റെ ബ്രെയിനറിയാം, ഞാൻ അറിയാതെ തന്നെ എൻ്റെ ബ്രെയിനറിയാം. അത് ബ്രെയിനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ ഈ ഡാറ്റ വളരെ പവർഫുള്ളാണ്, ഈ മോഡൽ വളരെ പവർഫുൾ ആകും. മാത്രമല്ല ചിലപ്പോൾ ഇമോഷൻസും അതിൽ കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഒരു പട്ടിയെ കാണുമ്പോൾ ഇപ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരനുസരിച്ച് ഇപ്പോൾ എൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഇമോഷൻ വേറെ ആളുടെ സെൽഫ് ഡ്രൈവിംഗ് കാർ അയാളെ പോലെയാണ്. ഇപ്പോൾ ഞാൻ ഇടത്തേക്ക് തിരിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് വേറൊരു ഇമോഷൻ ഉണ്ടാകും. അപ്പോൾ അത് വലിയൊരു മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൈബോർഗുകൾ എന്നുള്ള മേഖലയിലേക്കല്ല അത് പോകുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡ് വികസിച്ച ആ ഒരു ലെവലിലേക്ക് മനുഷ്യൻ ഇപ്പം തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ആരാണ്, ഞാനൊരു ഇപ്പോൾ ഒരു കമ്പനിയുടെ CTO ആണ്. 4-5 കൊല്ലം മുമ്പ് ഞാൻ ഒരു ദിവസം ജനറേറ്റ് ചെയ്തിരുന്ന ഡാറ്റ ഇന്ന് ഞാൻ ജനറേറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു മെഷീനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പകരം
ChatGPT ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പം ഞാൻ അവസാനം എൻ്റെ ക്യാപ്പബിലിറ്റി കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ലെവലിലേക്ക് മനുഷ്യൻ ഒരു ഒന്നുമില്ലാത്ത ഒരു മെഷീൻ ലെവലിലേക്ക് വന്നുകൂടാന്നില്ല. ബട്ട് എൻ്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലാതെ ബ്രെയിനിൽ നിന്നുള്ള ഡാറ്റ എക്സ്ട്രാ ഇനി നെക്സ്റ്റ് റെവല്യൂഷൻ അതിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എലോൺ മസ്ക് എപ്പോഴും ഒരു പടി കടന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ മേഖലയിൽ. അപ്പോൾ അയാൾ അതിലേക്ക് നേരത്തെ തന്നെ കടന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ പേറ്റൻറ്റ് ഞാൻ പറയാം, അത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ഗ്രാൻഡ് ചെയ്ത പേറ്റൻ്റാണ് മലേഷ്യയിൽ. അതായത് അതിൻ്റെ പേര് OKSS എന്നാണ്, ഓർഗനൈസ്ഡ് നോളജ് സോഴ്സിങ്. അതിൻ്റെ എക്സ്പെൻസ് ഞാൻ മറന്നുപോയി, പക്ഷെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെ ഉദ്ദേശം മനുഷ്യനും മൃഗങ്ങളും മെഷീൻസും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലമാണ് അതിൽ വിഭാവന ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് കൊണ്ട് ഇപ്പോൾ ഉദാഹരണം വന്നൊരു ക്രൈം നടന്നിട്ട് അവിടെ ആരുമില്ല, പക്ഷെ അവിടെ ഒരു നായ ഉണ്ടായി. ആ നായയുടെ ബ്രെയിൻ മെഷീൻ സിഗ്നലിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും അവിടെ എന്ത് നടന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷനാണ് അവിടെ. ആ ഒരു ഇൻട്രാക്ഷൻ വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള നോളജ് ഇപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് എടുക്കുന്നത് പോലെ ഈ മെഷീനിൽ നിന്നും ഈ മനുഷ്യരിൽ നിന്നും ഇപ്പോൾ എനിക്ക് ആവശ്യമായ നോളജ് നിങ്ങളിൽ നിന്ന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അത് ചിലപ്പോൾ മെഷീനിലുണ്ടെങ്കിൽ മെഷീനിൽ നിന്ന് എടുക്കും, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ഒരു മൃഗത്തിലാണുള്ളതെങ്കിൽ ആ മൃഗത്തിൽ നിന്ന് എടുക്കും. ആ ഒരു ടെക്നോളജിയാണ് അതിൽ. നമ്മൾ ഒരുപാട് വട്ടം അവർ മറിച്ച് ചോദിച്ചത് ഇല്ല എന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് നമുക്കത് കിട്ടി, നമുക്കത് പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത്. ബട്ട് അതൊരു ഫ്യൂച്ചറാണ്. ഇനി അടുത്ത ഫ്യൂച്ചർ AI ഫ്യൂച്ചർ അതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതായത് എന്താണ് ഇത്, എങ്ങനെ ഇതിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഷാഫി ഇവിടെ ഒരു മതവിദ്യാർത്ഥിയാണ്, അദനിയാണ്, അതോടുകൂടി AI റാങ്ക് ഹോൾഡറും കൂടിയാണ്. ഇപ്പം നമ്മുടെ റോബോമയിലെ ഒരു ഇന്റേൺ ആണ്, ഫുൾ ടൈം സ്റ്റാഫായി മാറാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ത്യനായി വന്നത്, കാരണം ഇപ്പോൾ ഇവിടെ പഠിക്കുന്നതുകൊണ്ട്. അപ്പോൾ പല രൂപത്തിൽ ഒരു AI എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമർ മാത്രമല്ല. ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. മലേഷ്യൻ മെഡിക്കൽ അസോസിയേഷനുമായിട്ട് നമുക്ക് അഗ്രിമെൻ്റ് ഉണ്ട് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. അവർ AI പ്രോഗ്രാമേഴ്സ് ആകാൻ വേണ്ടിയിട്ടല്ല, പുതിയൊരു ജോലി മേഖല വളർന്നു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ AI ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെഡിക്കൽ ടെക്നോളജീസിലാണ് ഇന്ന് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാമർ IT എക്സ്പേർട്ട് വന്നാൽ അതിലെല്ലാ കാര്യങ്ങളും അയാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിലൊരു മെഡിക്കൽ എക്സ്പേർട്ട് വേണം. അപ്പോൾ കമ്പനീസ് ഇത് രണ്ടിലും എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ കുറച്ച് നാൾ നമുക്ക് റോയിറ്റേഴ്സിൻ്റെ ഒരു ലേഖനം ഞാൻ കണ്ടു. അതായത് ബ്രിട്ടനിലും മറ്റുള്ള ഇസ്ലാമിക് ബാങ്കുകളിൽ മണിക്കൂറിന് $1000 സാലറി കൊടുത്തുകൊണ്ട് ഇസ്ലാമിക് പണ്ഡിതന്മാരെ അന്വേഷിക്കുന്നു. എന്തിനാണ് അവർക്ക് ഒരു പുതിയൊരു വിഷയം വന്നാൽ ഇത് പറ്റുമോ, ഹലാലോ ഹറാമോ പറയണം, അതിന് ആളെ കിട്ടുന്നില്ല. അവർക്ക് 4 മദ്ഹബ് അനുസരിച്ചും പറയാൻ പറ്റിയ ആളെ കിട്ടണം. അതൊരു മേഖലയാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു കമ്പനി അല്ലെങ്കിൽ കുറേ ആളുകൾ ഇപ്പം നമുക്കറിയാം മുമ്പ് കിതാബുകൾ ഡിജിറ്റൽ അല്ലായിരുന്നു, ഇപ്പോൾ കിതാബുകൾ ഡിജിറ്റൈസ്ഡ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ജനറേറ്റീവ് AI യൂസ് ചെയ്തുകൊണ്ട് കുറേ കമ്പനീസ് അല്ലെങ്കിൽ കുറേ ആലിമീങ്ങൾ തന്നെ ഇതിലേക്ക് മുൻകൈ എടുത്താൽ അതിലേക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് മേഖലയിലേക്ക് ആളുകൾ ആവശ്യം വരും. അപ്പോൾ ഇതിൽ പ്രോഗ്രാമേഴ്സ് മാത്രമല്ല, ഇതിന് എണ്ണി പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് മേഖലയിലേക്ക് കടക്കാനുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഈ ജനറേറ്റീവ് AIയോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ChatGPTയോട് തന്നെ ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഷാഫിക്ക് ചിലപ്പോൾ ഒന്നുകൂടെ പറയാനുണ്ടോ അതിനകത്ത് കുറച്ച് എങ്ങനെ ഇതിലേക്ക് കടക്കാം എന്നുള്ളത്? ചിലപ്പോൾ ചെറിയൊരു സെൻറ്റൻസിൽ ഉത്തരം പറഞ്ഞാൽ. ഞാനിതിലേക്ക് കടന്നു വന്നത്, ഞാൻ ശരിക്ക് BSc ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അങ്ങനെ ആ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം പിന്നെ കുസാറ്റിൽ ഇങ്ങനെ ഇത് കണ്ട സമയത്ത്, ഒരു പുതിയ കോഴ്സ് കണ്ട സമയത്ത് ഞാൻ MSc ഇലക്ട്രോണിക്സ് എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ രണ്ടിനോട് എൻട്രൻസ് എഴുതി. അപ്പോൾ രണ്ടിലും കിട്ടി. അപ്പോൾ കിട്ടിയ സമയത്ത് ഞാൻ ആ സമയത്തെ കുറച്ച് ഇങ്ങനെ AI റിലേറ്റഡ് ചെയ്ത കണ്ടൻറ്റൊക്കെ നോക്കലും അതുപോലെ അതിൻ്റെ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ സ്വന്തമായിട്ട് പഠിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് അതിൽ ഇൻട്രസ്റ്റോട് കൂടെ തന്നെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുകയും അവിടുന്ന് പഠിക്കുകയും ചെയ്തൊരു രൂപമാണ്. ഇനി അതല്ലാതെ തന്നെ ഇന്ന് ഇഷ്ടംമാതിരി ഓൺലൈൻ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈൻ കോഴ്സസ് അല്ലാതെ ഓൺലൈൻ റിസോഴ്സ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പം കോഴ്സ് തന്നെ ആകണമെന്നില്ല, നമുക്കിപ്പോൾ എവിടെയും നമ്മുടെ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്തും പഠിക്കാൻ, ആർക്കും എന്തും പഠിക്കാൻ പറ്റിയൊരു കാലഘട്ടമാണിത്. ഇഷ്ടംപോലെ റിസോഴ്സസ് നെറ്റിലും ഇതിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ നോക്കിയെടുക്കാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ട്, അധികം പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയ കോഴ്സുകളുണ്ടാവും, അത്തരം കോഴ്സുകൾ ജോയിൻ ചെയ്താൽ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസിലൂടെ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇസ്ലാമികപരമായിട്ട് ഇപ്പം
അല്ല ഇപ്പം ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും തുടങ്ങാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു പ്രോംപ്റ്റ് എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ പല മേഖലയിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ഏരിയയിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യപ്പെടും. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് തന്നെ നമ്മൾ ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാൻ കഴിയും. അത് നമ്മളെ പലതിലേക്കും അപ്പോൾ ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് റിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല SPLs ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് എക്സ്പേർട്ടായിട്ട് വരും ചെയ്യും. നമ്മളൊരു ടെക്കി ആവണമെന്നില്ല, നമ്മളൊരു ടെക് എനേബിൾമെൻറ്റിലേക്ക് പോയാലും മതി. ഒരു ടെക്നോളജിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം നോക്കാം. വെച്ചാൽ എല്ലാ ആളുകളും ടെക്കി ആവണം എന്നില്ല. അത് ചെയ്യാൻ വേറെ ടീം അവിടെ ഉണ്ടാവും. നമുക്ക് ടെക്കി ആവാൻ പറ്റുമെങ്കിൽ ആവാം, ഇല്ല എന്നെല്ലാം പറഞ്ഞത്. പക്ഷേ ടെക് എനേബിൾമെൻറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു. ഇപ്പോൾ ഷാഫി ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുകൊണ്ട് MSc വന്നത്. അപ്പോൾ എനിക്കതൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് ആളുകൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രോംപ്റ്റിങ് വളരെ സിമ്പിളാണ്. ആ പ്രോംപ്റ്റിങ്ങിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും. പിന്നെ അത് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും, പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്കും നിങ്ങൾ ഈ 3 വർഷം PSCയിലോ MScയിലൊക്കെ പഠിച്ച് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കാരണം വെച്ചാൽ അത് നിങ്ങൾ പാഷനോട് കൂടിയാണ് ഇത് പഠിക്കുന്നത്. മറ്റൊരു പക്ഷേ കരിക്കുലത്തിൻ്റെ ഭാഗമായി പഠിച്ചാണ്. അത് 3 വർഷം ചിലവഴിച്ച് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഇവിടെ പാഷനോട് കൂടി പഠിച്ചാൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ ഇനിയും സമയം കിട്ടുന്നില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ മേഖല പിന്നെ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ടെക്നിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വിരസമായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ എക്സാമ്പിളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ആമുഖം നൽകുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയ രൂപത്തിലേക്ക് ഒരു എത്തിനോട്ടം നടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.